റിസർച്ച് മെത്തഡോളജി എന്ന ടോപ്പിക്കിലെ ഒന്നാമത്തെ യൂണിറ്റായ ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന വിഷയത്തിലാണ് മാഷ് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. മാഷിനെ ഏറെ സ്നേഹത്തോടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യും. നമുക്ക് ഗവേഷണ വിഭാഗങ്ങളെ അല്ലെങ്കിൽ ഗവേഷണത്തെ എങ്ങനെയെല്ലാം വർഗീകരിക്കുന്നു അതിൻ്റെ രീതിശാസ്ത്രം അനുസരിച്ച് എന്ന് അറിയുന്നതിന് സഹായകമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി കൂടിയുണ്ട്. അത് ചരങ്ങളെക്കുറിച്ചാണ്, അഥവാ വാരിയബിൾസിനെ കുറിച്ചാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് തുടങ്ങി അതിൻ്റെ അടിസ്ഥാനമായ ആശയങ്ങളെ നമ്മളൊന്ന് ഓർമ്മ തട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈപ്സ് ഓഫ് റിസർച്ച് മനസ്സിലാക്കിയെടുക്കാൻ വളരെ സഹായകരമാകുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുകയാണ്. എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗവേഷണത്തിൻ്റെ വിഭാഗങ്ങളെ, ഗവേഷണത്തിൻ്റെ തരങ്ങളെ മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് ചരങ്ങൾ അഥവാ വാരിയബിൾസ് എന്താണ് എന്നതിനെക്കുറിച്ച് സാമാന്യമായിട്ടുള്ള ഒരു ധാരണ വേണം. ഈ ക്ലാസ്സിൽ നമുക്ക് എല്ലാത്തരം ഗവേഷണങ്ങളും നമ്മൾ സൂക്ഷ്മമായിട്ട് അറിയേണ്ടതില്ല. പരീക്ഷയ്ക്ക് സഹായകമായ രൂപത്തിൽ പ്രധാനപ്പെട്ട ഗവേഷണ വിഭാഗങ്ങളെക്കുറിച്ച് സാമാന്യമായ ധാരണയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് വാരിയബിൾ അഥവാ ചരങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നാലും നമുക്ക് അതിലൂടെ ഒന്ന് കടന്നു പോകാം. അതിൻ്റെ പേര് വന്നിരിക്കുന്നത് തന്നെ വൺ വിച്ച് വാരീസ്, മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ നിന്നാണ്. അതായത് ചരത്തിൻ്റെ മൂല്യം, വാല്യൂ മാറിക്കൊണ്ടേ ഇരിക്കുന്ന ഒന്നാണ്. അതിനെ ആണ് നമ്മൾ ചരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് വ്യക്തിതോറും കാലം തോറും സമയം തോറും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യമുള്ള ഒന്നിനെയാണ് നമ്മൾ ചരങ്ങൾ എന്ന് പറയുക. നമ്മൾ ഹൈസ്കൂളിൽ മാത്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എക്സും വൈയും ഒക്കെ ആയിട്ട് നമ്മൾ ചരങ്ങളുടെ വാല്യൂ കണക്കാക്കാറുണ്ട്. ഇത് മനസ്സിലാക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല. നമ്മളുടെ പ്രായം എന്ന് പറയുന്നത് ഒരു ചരമാണ്. അത് കാലമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, വ്യക്തി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എല്ലാവരും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും ഒരേ ഏജുകാരല്ല, വ്യത്യസ്ത ഏജുകാർ. അതുകൊണ്ട് ഏജ് എന്നത് ഒരു ചരമാണ്. അതുപോലെ നിറം, മനുഷ്യരുടെ നിറം, വസ്തുക്കളുടെ നിറം, അത് ചരമാണ്. വസ്തു തോറും മനുഷ്യർ തോറും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അങ്ങനെ ധാരാളം ചരങ്ങൾ നമ്മളിലും നമുക്ക് ചുറ്റുമൊക്കെ ഉണ്ട്. ഈ ചരങ്ങളുമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് ബന്ധം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ചില ചരങ്ങൾ നമുക്ക് വളരെ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതും കാണാൻ കഴിയുന്നതും ആയിരിക്കും. എന്നാൽ ചില ചരങ്ങളെ നമുക്ക് വളരെ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഒരാളുടെ ഉയരം ചരമാണ്, അയാളുടെ വണ്ണം ചരമാണ്. ഇത് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും. പക്ഷെ ഒരാളുടെ ബുദ്ധിശക്തി എന്ന് പറയുന്ന ചരം നമുക്ക് അങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. അദ്ദേഹവുമായി ഇടപഴകുമ്പോഴോ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളിൽ നിന്നോ ടാസ്കുകളിൽ നിന്നോ ആണ് നമ്മൾക്ക് ഒരാളുടെ ഇന്റലിജൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെ മൂർത്തവും അമൂർത്തവും പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള ധാരാളം ചരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ചിലത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചരങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചരങ്ങളെ ഒരുപാട് കാറ്റഗറി ആയിട്ട് തിരിക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ പറയാം. ചിലതിനെ നമുക്ക് വേണമെങ്കിൽ ഫിസിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. ഭൗതികമായിട്ടുള്ള ചരങ്ങൾ എന്ന് പറയാം. ഊഷ്മാവ്, ശരീരത്തിന്റെ ഊഷ്മാവ് ഒക്കെ അങ്ങനെ നമുക്ക് അതിൽ പെടുത്താവുന്നതാണ്. ചിലത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ മലയാളത്തിൽ ഉത്തരം എഴുതേണ്ടവർ എൻ്റെ ക്ലാസ് ശ്രദ്ധിക്കുകയും അതിൻ്റെ ടെക്നിക്കൽ ടേംസ് കിട്ടാൻ വേണ്ടി പ്രസന്റേഷൻ നോക്കുകയും ചെയ്താൽ മതി. ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നവർ വേണ്ടി സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പവർ പോയിന്റ് പ്രസന്റേഷന്റെ PDF ഫയൽ കാണിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള ഡെഫിനേഷൻസും കൂടി വായിച്ച് പോകാവുന്നതാണ്. അത് നിങ്ങളുടെ യുക്തം പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ വികാരങ്ങൾ, വൈകാരികതകൾ, മാനസിക പ്രക്രിയകൾ, നമ്മളുടെ മനോഭാവങ്ങൾ, നമ്മളുടെ അഭിപ്രേരണകൾ, നമ്മളുടെ താല്പര്യങ്ങൾ, ഇതെല്ലാം തന്നെ വാരിയബിൾ അഥവാ ചരങ്ങൾ ആണ് എന്ന് നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കാം. ഇനി ചരങ്ങളെ വളരെ പ്രധാനമായിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത് ഈ 5 കാറ്റഗറിയിൽ ചരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ചരങ്ങളിൽ നമ്മൾ ഗവേഷണത്തിനായിട്ട് ചരങ്ങളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അവയിൽ ചിലത് ഇൻഡിപെൻഡന്റ് വാരിയബിൾ ആണ്, അഥവാ സ്വതന്ത്ര ചരങ്ങളാണ്. അവയുടെ നിലനിൽപ്പ് സ്വതന്ത്രമായാണ്. ഏത് ചരങ്ങളെയാണ് സ്വതന്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവ ചില ഫലങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളാണ്, കോസസ് ആണ്, കാരണങ്ങളാണ്. ആ ചരങ്ങൾ മറ്റു ചിലതിൽ ചില ഫലങ്ങൾ, ചില എഫക്റ്റുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ
എഫക്റ്റുകൾ ഉണ്ടാക്കുന്നതിന് കാരണക്കാരായിട്ടുള്ള ചരങ്ങളെ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അഥവാ സ്വതന്ത്ര ചരങ്ങൾ എന്നും, സ്വതന്ത്ര ചരങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാകുന്ന ഫലത്തെ, അതിന്റെ റിസൾട്ടിനെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നും പറയുന്നു. അഥവാ ആശ്രിത ചരങ്ങൾ, അത് മറ്റൊന്നിനെ ആശ്രയിച്ചുകൊണ്ടാണ് അതിന് നിലനിൽക്കുന്നത്, അത് സ്വതന്ത്രമായി നിലനിൽക്കുന്നില്ല. ഇത് കേൾക്കുമ്പോൾ പ്രയാസമൊന്നും തോന്നേണ്ട കാര്യമില്ല, വളരെ എളുപ്പമാണ്. നിങ്ങൾ പഠിക്കുന്നു, നിങ്ങളുടെ പഠനം എന്നുള്ള ഓരോ ഇൻഡിവിജ്വലിന്റെയും ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ചരമാണ്. നിങ്ങൾ പഠിക്കുന്നതിന്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടുന്ന സ്കോർ. അപ്പൊ സ്കോർ എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. നിങ്ങളുടെ പഠന രീതി എന്ന് പറയുന്നത്, നിങ്ങളുടെ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, സ്വതന്ത്ര വേരിയബിൾ ആണ്. അപ്പൊ ചരങ്ങളെ പ്രധാനമായിട്ടും നമുക്ക് ഇൻഡിപെൻഡന്റ് എന്നും ഡിപ്പെൻഡന്റ് എന്നും തരംതിരിക്കാവുന്നതാണ്. അതിൽ സ്വതന്ത്ര ചരങ്ങൾ എപ്പോഴും കാരണക്കാരായിരിക്കും, കോസ് ആയിരിക്കും, അത് എഫക്റ്റ് ഉണ്ടാക്കുന്നു. ഈ എഫക്റ്റ് ഒരു പക്ഷേ മാർക്കായിരിക്കാം, സ്കോർ ആയിരിക്കാം, പെർഫോമൻസ് ആയിരിക്കാം, പ്രകടനങ്ങളാണ്. ചിലപ്പോൾ നമ്മളുടെ വേഗതയായിരിക്കാം, ചിലപ്പോൾ കൃത്യതയായിരിക്കാം, ചിലപ്പോൾ സമയമായിരിക്കാം, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് അളക്കപ്പെടേണ്ട മെഷറബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, ഒരു റിസൾട്ട്, ഒരു എഫക്റ്റ്, അതിനെയാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ അഥവാ ആശ്രിത ചരം എന്ന് പറയുന്നത്. ഇതിന് കാരണമായേക്കാവുന്ന ചരങ്ങളാണ് നമ്മൾ കൊടുക്കുന്ന കോച്ചിങ്ങുകൾ, നമ്മൾ കൊടുക്കുന്ന പരിശീലനം. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത്, ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ പ്രിലിമിനറി ക്വാളിഫയിങ് എക്സാമിനേഷന് നിങ്ങൾ പാസ്സാകുന്നു എന്നുള്ളതാണ് അതിന്റെ റിസൾട്ട്. അപ്പോൾ PQE എക്സാമിന്റെ റിസൾട്ട് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. നമ്മൾ നൽകുന്ന ഈ ക്ലാസ്സുകൾ സ്വതന്ത്ര ചരവുമാണ്. അപ്പൊ അങ്ങനെ രണ്ട് പ്രധാനമായിട്ടുള്ള ചരങ്ങളുണ്ട്. ചില ചരങ്ങൾ മോഡറേറ്റർ ആണ് എന്ന് വച്ചു കഴിഞ്ഞാൽ അത് ഇപ്പൊ ഒരു ഉദാഹരണം നോക്കാം. അങ്ങനെ ഉദാഹരണം, അത് പ്രത്യേകിച്ച് റിസൾട്ടിന് അനുകൂലമായിട്ട് ഫലമുണ്ടാക്കുന്നത്, നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ അതിനെ കണക്കിലെടുക്കുന്നില്ല, നമ്മൾ അതിനെക്കുറിച്ച് വലുതായിട്ട് ചിന്തിക്കുന്നില്ല. പക്ഷെ അതേസമയം അത്തരം ചരങ്ങള് നമ്മളുടെ പഠന ഫലത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചില റിസൾട്ടുകൾ ഉണ്ടാക്കിയെന്ന് വരാം. ഉദാഹരണമായിട്ട് ഒരു പഠനം നമുക്കെടുക്കാം. അധ്യാപകരുടെ ശമ്പളം അല്ലെങ്കിൽ തൊഴിലാളികളുടെ ശമ്പളവും അവരുടെ ജോലിയിലെ പെർഫോമൻസും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നതായിരിക്കാം. അപ്പൊ ഇവിടെ രണ്ട് ചരങ്ങളുണ്ട്. ഒന്ന് സാലറി എന്ന് പറയുന്ന ചരം, രണ്ടാമത്തത് അവരുടെ പ്രകടനം എന്ന് പറയുന്ന, ജോലിയിലെ പെർഫോമൻസ് എന്ന് പറയുന്ന ചരം. ഈ രണ്ട് ചരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ പഠിച്ചാലും ഇല്ലെങ്കിലും മൂന്നാമത് ഒരു ചരം കൂടി ഇതിലേക്ക് പ്രവർത്തിക്കുന്നുണ്ട്. മൂന്നല്ല, അതിനേക്കാൾ ഒരുപാട് ചരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാവാം. അതിലൊന്നാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ചെയ്യുന്ന ജോലി അയാൾക്ക് മാനസികമായ സംതൃപ്തി നൽകുന്നതാണോ? മാനസികമായ സംതൃപ്തി ആ ജോലിയിൽ നിന്ന് അയാൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അത് അനുകൂലമായിട്ടുള്ള ഒരു ഫലം ഈ ജോബ് പെർഫോമൻസ് എന്ന് പറയുന്നതിൽ ഉണ്ടാക്കും. അതുകൊണ്ട് ഇതിനെ നമ്മൾ മോഡറേറ്റർ എന്ന് പറയുന്നു, മോഡറേറ്റർ ആയിട്ടുള്ള ചരം. പിന്നെ ഉള്ള ചരങ്ങളാണ് കൺട്രോൾ എന്ന് പറയുന്ന നിയന്ത്രിതമായിട്ടുള്ള ചരങ്ങൾ. ചില ചരങ്ങളെ ചില സാഹചര്യത്തിൽ നമ്മൾ നിയന്ത്രിക്കേണ്ടതായിട്ട് വരും, ഇല്ലെങ്കിൽ അത് നമ്മളുടെ പഠന ഫലത്തെ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചില സാഹചര്യങ്ങൾ, ഇപ്പൊ നമുക്ക് ലാബില് രണ്ട് ചെടികളെ തമ്മിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ചെടിക്ക് ആരോഗ്യത്തെ അല്ലെങ്കിൽ ആ ചെടിയുടെ നിലനിൽപ്പിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ചരങ്ങളെയൊക്കെ നമ്മൾ നിയന്ത്രിക്കേണ്ടി വരും. അങ്ങനെ പഠനത്തിന്റെ ഫലമായിട്ട് നമ്മൾക്ക് ധാരാളം ചരങ്ങളെ, അത് വേരിയബിളുകളെ നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. അങ്ങനത്തെ ചരങ്ങളെയാണ് കൺട്രോൾ വേരിയബിൾസ് അഥവാ നിയന്ത്രിത ചരങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇന്റർവെനിങ് ചരങ്ങളാണ്. അത് നമ്മളുടെ ചരങ്ങളിൽ ഇടപെടുന്ന ചരങ്ങളാണ്, നമ്മളുടെ പഠനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ ബാഹ്യ ചരങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മളുടെ റിസൾട്ടിനെ തന്നെ അട്ടിമറിക്കുന്ന ചില സംഭവങ്ങൾ, ചില ചരങ്ങൾ കയറി വന്നു വരാം. ഉദാഹരണമായിട്ട് നമ്മൾ ഹൃദയാരോഗ്യവും വ്യായാമവും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു വ്യക്തിയുടെ ഹൃദയാരോഗ്യത്തെ നിലനിർത്തുന്നതിൽ വ്യായാമങ്ങൾക്ക് എത്രമാത്രം പങ്കുവഹിക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളിൽ ചിലപ്പോൾ മുൻകാല അസുഖങ്ങളുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അവർ വേറെ ചില മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണങ്ങൾ
അപ്പൊ ഈ ഭക്ഷണം, മരുന്ന് എന്നൊക്കെ പറയുന്ന ചരങ്ങൾ നമ്മളുടെ റിസൾട്ടിനെ നെഗറ്റീവായിട്ടും ബാധിച്ചേക്കാം. അങ്ങനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമ്മളുടെ പഠന ഫലങ്ങളെ ബാധിക്കുന്ന ചരങ്ങളുമുണ്ട്. ഇവയെ നമുക്ക് എക്സ്ട്രാനിയസ് അഥവാ ബാഹ്യമായ ചരങ്ങളെന്നും ഇന്റർവീനിങ് ചരങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. ഇത്രയും പ്രാഥമികമായിട്ട് ചരങ്ങളെ സംബന്ധിച്ച് നമ്മൾക്കൊരു ധാരണ വേണം. നമ്മളിൽ ചരങ്ങളുണ്ട്, നമ്മളുടെ ചുറ്റുപാടുകളിൽ ചരങ്ങളുണ്ട്, നമ്മൾ മറ്റൊരാളുമായിട്ടുള്ള സമ്പർക്കങ്ങളിൽ, നമ്മളുടെ ഭാഷാരൂപങ്ങളിൽ ഒക്കെ തന്നെ ചരങ്ങളുണ്ട്. മൂർത്തതും അമൂർത്തവും പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള ധാരാളം ചരങ്ങൾക്ക് അകത്താണ് നമ്മളുടെ എല്ലാം ജീവിതം. നമ്മളുടെ പഠനങ്ങളും അതുകൊണ്ട് തന്നെ ഗവേഷണത്തിന്റെ നല്ലൊരു ശതമാനം ഗവേഷണങ്ങളും ഇത്തരം ചരങ്ങൾ തമ്മിൽ എങ്ങനെയെല്ലാമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ധാരാളം ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ 2 or 3 ചരങ്ങൾ എടുത്തിട്ട് ഒരു ചരം മറ്റൊരു ചരത്തിൽ നടത്തുന്ന സ്വാധീനത്തെക്കുറിച്ച്, ഒരു ചരം മറ്റൊരു ചരത്തിൽ ചെലുത്തുന്ന ഫലങ്ങളെക്കുറിച്ച്, ഒരു ചരത്തിലുണ്ടാകുന്ന മാറ്റം മറ്റൊരു ചരത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നിങ്ങനെ വ്യത്യസ്ത രീതികളിൽ ഗവേഷണത്തിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളുടെ ഗവേഷണങ്ങളുടെ നല്ലൊരു ശതമാനത്തിലും നമുക്ക് വേരിയബിൾസ് എന്നൊരു സംഭവങ്ങൾ കാണാം, ചരങ്ങൾ എന്നൊരു സംഭവം കാണാം. അതിനെക്കുറിച്ച് നമ്മൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കാണുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആശയക്കുഴപ്പത്തിലാവേണ്ട കാര്യമില്ല. ഇങ്ങനെ ഉള്ള മൂല്യം മാറിക്കൊണ്ടിരിക്കുന്ന, വ്യക്തിതോറും കൊണ്ടിരിക്കുന്ന, കാലത്തിൽ കൊണ്ടിരിക്കുന്ന, സമയങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്ന മൂല്യങ്ങളുള്ള ഏതൊന്നിനെയും നമുക്ക് ചരങ്ങൾ എന്ന് പറയാം. അതിൽ തന്നെ പ്രധാനമായിട്ടുള്ള ഈ ചരങ്ങളെ കുറിച്ച് കൂടി നമ്മൾ ഓർക്കുക എന്ന് ഞാൻ ആമുഖമായിട്ട് പറയുകയാണ്. ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് ഗവേഷണത്തിന്റെ വിഭാഗങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഈ ധാരണ ഇതിലും മറന്നുപോയത് സ്വതന്ത്ര ചരങ്ങളെ ഒരു ഡെഫിനിഷൻ. Independent variables are the factors that researchers manipulate or control in an estimate. See how they affect the dependent variable. സ്വതന്ത്ര ചരങ്ങളിലാണ് ഗവേഷകൻ ഇടപെടൽ നടത്താറുള്ളത്. അതിൽ നമുക്ക് ടൈപ്സ് ഓഫ് റിസർച്ചിൽ നമ്മൾ എക്സ്പെരിമെന്റൽ റിസർച്ച് പറയുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ആശ്രിത ചരങ്ങൾ, പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഒരു പഠനത്തിൽ സ്വീകരിക്കുന്ന ആശ്രിത ചരം മറ്റൊരു പഠനത്തിൽ സ്വതന്ത്ര ചരമായിട്ടും മാറാം. അത് നമ്മുടെ ഗവേഷണത്തിന്റെ വിഷയത്തിന്റെയും രീതിയുടെയും സ്വഭാവം അനുസരിച്ച് ഇവ സ്ഥിരമല്ല എന്നും നമുക്ക് മനസ്സിലാക്കാം. ചില ചരങ്ങൾ നമുക്ക് മാറ്റം വരുത്താൻ കഴിയുന്നതാണ്, എന്നാൽ ചില ചരങ്ങൾ വളരെ സ്റ്റാറ്റിക് ആണ്, നമുക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. ഒരു ആളുടെ പ്രായത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ കഴിയില്ല, സെക്സിൽ നമുക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. അപ്പൊ അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ചരങ്ങളും മാറ്റം വരുത്താൻ കഴിയുന്ന ചരങ്ങളുമുണ്ട്. സ്വതന്ത്ര ചരങ്ങളായിട്ട് നമ്മൾ കൂടുതലും പരിഗണിക്കുന്നത് നമുക്ക് ഇടപെടലുകളുടെ മാനിപ്പുലേഷൻ, നമ്മളുടെ ഇടപെടലുകളിലൂടെ മാറ്റം വരുത്താൻ കഴിയുന്ന ചരങ്ങളെയാണ് നമ്മൾ കൂടുതലായിട്ടും അത്തരം കാര്യങ്ങളിൽ പരിഗണിക്കാറുള്ളത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് മോഡറേറ്റർ വാരിയബിൾ, നമ്മളുടെ പഠനത്തെ അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന ചരങ്ങളും പ്രതികൂലമായിട്ട് പ്രവർത്തിക്കുന്ന ചരങ്ങളും ഉണ്ടാവും. ചില ചരങ്ങളെ നമ്മൾ നിയന്ത്രിക്കേണ്ടതായിട്ട് വരും, അതിനെ ഇന്റർവീനിങ് വാരിയബിൾ എന്ന് പറയാം. ചിലത് ജൈവിക ചരങ്ങൾ എന്നും നമുക്ക് ചിലതിനെ വിളിക്കാം. അതാണ് വയസ്സ്, ലിംഗം, സെക്സ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഓർഗാനിക് ആയിട്ടുള്ള, അതിന്റെ മറ്റൊരു പേരാണ് ഓർഗാനിസ്മിക് വാരിയബിളുകൾ അഥവാ ജൈവിക ചരങ്ങൾ എന്ന് ഉള്ള പേര് മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാം. പരിചരണ ചരങ്ങൾ, നമ്മൾ ഏതൊന്നിലാണോ മാറ്റം വരുന്നത്, ഇത് നമുക്ക് എക്സ്പെരിമെന്റൽ റിസർച്ചിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാം. നേരത്തെ പറഞ്ഞ സ്വതന്ത്ര ചരങ്ങൾ തന്നെയാണ് മിക്കവാറും പരിചരണ ചരങ്ങളായിട്ട്, അതായത് ഗവേഷകൻ ഇടപെട്ട് മാറ്റങ്ങൾ വരുത്തി ആ മാറ്റത്തിന്റെ ഫലം എന്താണ് എന്ന് പരിശോധിക്കുന്ന ചരങ്ങൾ. അതിനെയാണ് ട്രീറ്റ്മെന്റ് വാരിയബിൾസ് അഥവാ പരിചരണ ചരങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ചരങ്ങളുടെ ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ എക്സസൈസും ഹൃദയ ആരോഗ്യം തമ്മിൽ ഉള്ള ബന്ധത്തിൽ മറ്റു ചരങ്ങൾ, ബാഹ്യ ചരങ്ങൾ, എക്സ്ട്രോനിയസ് വാരിയബിൾ ഒക്കെ ഇടപെട്ടിട്ട് നമ്മളുടെ റിസൾട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്ന് വരാം. അപ്പോൾ ചരങ്ങളെക്കുറിച്ച് ഈ ഒരു ധാരണയ്ക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് വരാം.
സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാൻ സമയം എടുക്കുന്നുണ്ട്, 1 മിനിറ്റ്. കാണുന്നുണ്ടോ? കാണാം മാഷ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഗവേഷണ വിഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഗവേഷണ രീതിശാസ്ത്രം അനുസരിച്ച് ഗവേഷണങ്ങൾ തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകളിൽ എത്രത്തോളം നമുക്ക് ഗവേഷണങ്ങളെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പരമാവധി നമുക്കൊന്ന് ചെറിയ രൂപത്തിലെങ്കിലും എല്ലാ ഗവേഷണങ്ങളെയും പ്രധാനപ്പെട്ട ഗവേഷണ വിഭാഗങ്ങളെ നമുക്ക് പരിചയപ്പെടുത്താം. പ്യൂർ ആൻഡ് അപ്ലൈഡ് റിസർച്ച്, ശുദ്ധ ഗവേഷണം എന്ന് പറയുന്ന ഗവേഷണം, അപ്ലൈഡ് റിസർച്ച് അഥവാ പ്രായോഗിക ഗവേഷണം, എക്സ്പ്ലോറേറ്ററി ഓർ ഫോർമുലേറ്റീവ് റിസർച്ച് അഥവാ അന്വേഷണാത്മക രൂപീകരണാത്മക ഗവേഷണങ്ങൾ, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് വിവരണാത്മക ഗവേഷണങ്ങൾ, ഡയഗ്നോസ്റ്റിക് സ്റ്റഡി നിദാന നിർണയം അതിൽ കാരണം നിർണയിക്കാനുള്ള പഠനങ്ങൾ, ഇവാലുവേഷൻ സ്റ്റഡീസ് മൂല്യനിർണയ ഗവേഷണങ്ങൾ, ആക്ഷൻ റിസർച്ച് ക്രിയാ ഗവേഷണങ്ങൾ, എക്സ്പെരിമെന്റൽ റിസർച്ച് പരീക്ഷണ ഗവേഷണങ്ങൾ, അനലിറ്റിക്കൽ സ്റ്റഡി ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അപഗ്രഥനാത്മക പഠനങ്ങളും സ്ഥിതിവിവര പഠനങ്ങളും, ഹിസ്റ്റോറിക്കൽ റിസർച്ച് ചരിത്രാത്മക പഠനങ്ങൾ, സർവേകൾ, കേസ് സ്റ്റഡി അഥവാ ദൃഷ്ടാന്ത പഠനങ്ങൾ. ഇങ്ങനെ ഇതൊക്കെ തന്നെ ഇതിനേക്കാൾ കൂടുതലുണ്ട്. എങ്കിലും വളരെ പ്രധാനപ്പെട്ടവയായിട്ട് നമുക്ക് ഇത്തരം ഗവേഷണ വിഭാഗങ്ങളെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് സാമാന്യമായിട്ട്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ക്വാണ്ടിറ്റേറ്റീവ് ഗവേഷണങ്ങളെ അവയുടെ ഉപയോഗിക്കുന്ന ദത്തങ്ങളുടെ അഥവാ ഡാറ്റയുടെ സ്വഭാവം അനുസരിച്ച് രണ്ടായിട്ട് തിരിക്കാറുണ്ട്. അത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നും ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നുമാണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെ നമുക്ക് അളവുപര ഗവേഷണമെന്നും ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ നമുക്ക് ഗുണാത്മക അല്ലെങ്കിൽ ഗുണപര ഗവേഷണങ്ങൾ എന്നും വിളിക്കാം. ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചുകൾ ചെയ്യുന്നത് സംഖ്യാപരമായിട്ടുള്ള ദത്തങ്ങൾ ഉപയോഗിക്കുകയും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് വിശകലനം ചെയ്യുകയും അങ്ങനെ ഒരു ഹൈപ്പോത്തിസിന്റെ സാധുത പരിശോധിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. അവരുപയോഗിക്കുന്ന ഡാറ്റ ദത്തങ്ങൾ ന്യൂമറിക്കൽ ആയിരിക്കും അഥവാ സംഖ്യാപരമായിരിക്കും. അതിൻ്റെ വിശകലനങ്ങളും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടായിരിക്കും. ധാരാളം കൈ സ്ക്വയർ, മറ്റേ റാങ്ക് പെർസെൻറ്റേജ്, അങ്ങനെ അനോവ തുടങ്ങിയ ധാരാളം ടെക്നിക്കുകളുണ്ട്. അപ്പോൾ ഓരോ പഠന രീതിക്കും സ്വഭാവത്തിനും അനുസരിച്ച് ആവശ്യമായ രീതിയിൽ അവരത് ഉപയോഗിച്ചുകൊണ്ട് അതിലെ ഹൈപ്പോതെസിസിന്റെ പരികൽപ്പനയുടെ സാധുത അത് ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കുകയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ചെയ്യുന്നത്. അതിലും സർവേകൾ വരും, പരീക്ഷണങ്ങൾ വരും, നിരീക്ഷണ പഠനങ്ങൾ ഒബ്സർവേഷണൽ സ്റ്റഡീസ് വരും, ദ്വിതീയ ദത്ത വിശകലനങ്ങൾ വരും, മെറ്റാ അനാലിസിസ് ഒരു റിസർച്ചിന്റെ ഫൈൻഡിങ്സിനെ മറ്റൊരു റിസർച്ചിൽ ഡാറ്റ ആയിട്ട് സ്വീകരിക്കുന്ന അതാണ് മെറ്റാ അനാലിസിസ്. ഇങ്ങനെ ധാരാളം രീതികൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ ഭാഗമായിട്ട് വരും. ഇനി ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ സംബന്ധിച്ചോളം ഭാഷാ സാഹിത്യ വിദ്യാർത്ഥികളുടെ പഠനങ്ങൾ അധികവും ക്വാളിറ്റേറ്റീവ് ആണ്. അതിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള റിസർച്ച് വരും. അപ്പം നമുക്ക് അവിടെ വരുന്നത് നമ്മളുടെ ടെക്സ്റ്റുകൾ പാഠങ്ങളായിരിക്കും. ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആയി കഴിഞ്ഞാലും എല്ലാം ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണ് വരുന്നത്. ഗുണാത്മക വിശകലനം, അവിടെ നമ്മൾ വിവരിച്ച് കാര്യങ്ങളെ വിശകലനം ചെയ്ത് ഒരു പ്രതിഭാസത്തെ ഒരു ഫിനോമിനയെ വിശദീകരിക്കുന്ന ഫിനോമിനോളജിക്കൽ റിസർച്ച് ആവട്ടെ, ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആവട്ടെ, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആവട്ടെ, സർവേ പോലും ക്വാളിറ്റേറ്റീവ് ആയിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും വരാം. അങ്ങനെ രണ്ടിലും പെടുന്നതുണ്ട്, പരസ്പര ബന്ധിതങ്ങളായിട്ടുള്ള ഒക്കെ ഉണ്ട് ഡാറ്റയുടെ സ്വഭാവം അനുസരിച്ച്. അപ്പൊ ഇവിടെ നമ്മൾ ടെക്സ്റ്റുകൾ ഉപയോഗിക്കാം, ചിത്രങ്ങളായിരിക്കാം, ഡിജിറ്റൽ ആയിട്ടുള്ള വീഡിയോകളായിരിക്കാം. കാരണം ഭാഷാരൂപങ്ങൾ ഒക്കെ തന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണ് വരുന്നത്. അപ്പൊ നറേഷനൊക്കെ വരുന്ന സമയത്ത് ഒരു നാടകത്തിന്റെ നറേഷൻ ആവാം, ഒരു സിനിമയുടെ ഒരു ചലച്ചിത്രത്തിന്റെ നറേഷൻ ആവാം, ഒരു പാഠത്തിന്റെ ആയിരിക്കാം. അപ്പൊ അതിൽ ധാരാളം ഉദ്ധരണികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അപഗ്രഥിച്ച് നമ്മളുടെ നിഗമനത്തിലേക്ക് എത്തുന്ന രീതി, അതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഭാഷാ സാഹിത്യ ഗവേഷണങ്ങൾ കൂടുതലും ഇതാണ്. കണ്ടന്റ് അനാലിസിസ്, നമ്മൾ ചില
പുസ്തകങ്ങളുടെ ഉള്ളടക്കങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് നിഗമനങ്ങൾ രൂപപ്പെടുത്തുന്നു. ഇത്തരം പഠനങ്ങളൊക്കെ തന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണ് വരുന്നത്. ഇതിന്റെ എങ്ങനെയെല്ലാമാണ് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദ്യങ്ങൾ വരാമല്ലോ. ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ഏതെല്ലാം കാര്യങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യണം? അത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് സബ്ജക്റ്റീവാണ്, ആത്മനിഷ്ഠമാണ്. ആ ഗവേഷകന്റെ കണ്ണിലൂടെയാണ്, ആ വ്യക്തിയുടെ ചിന്തയിലൂടെയാണ് അതിലെ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നത്. അതേസമയം ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ച് എന്ന് പറയുന്നത് വളരെ ഒബ്ജക്റ്റീവ് ആയിരിക്കും. അതിന് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള വളരെ നിശ്ചിതമായിട്ടുള്ള സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കും. കൂടുതൽ അന്വേഷണപരവും നിരീക്ഷണപരവുമായിരിക്കും ക്വാളിറ്റേറ്റീവ് റിസർച്ച്. എക്സ്പ്ലോറേറ്ററി ആണ്, ഒബ്സർവേറ്ററി ആണ്. മറ്റേതാണെങ്കിൽ അങ്ങനെയല്ല, അത് ആർക്കും ടെസ്റ്റബിൾ ആണ്. നമ്മുടെ ഫൈൻഡിങ്സ്, ഭാഷാ സാഹിത്യ വിദ്യാർത്ഥികളുടെ നിഗമനങ്ങൾ വേറെ ആൾക്ക് അതേപോലെ ആവർത്തിക്കാൻ കഴിയുന്നതല്ല. പക്ഷെ നമുക്ക് അതേസമയം രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ലാബിൽ ഉണ്ടാക്കിയിട്ട് വെള്ളം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആർക്കും അതുപോലെ ആവർത്തിച്ച അതേ റിസൾട്ട് നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പൊ അതുപോലെ ആർക്കും പരിശോധിക്കാവുന്നതും ജനറലൈസേഷന് സാധ്യത ഉള്ളതുമാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. നമുക്ക് നമ്മുടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ചിന്റെ ഗവേഷണ ഫലങ്ങളെ സാമാന്യവൽക്കരിക്കാൻ പറ്റില്ല. വൈലോപ്പിള്ളി കവിതകളെ കുറിച്ച് നമ്മൾ കണ്ടെത്തുന്ന നിഗമനങ്ങൾ കുമാരനാശാന് ബാധകമല്ല എന്നർത്ഥം. എസ് കെ പൊറ്റക്കാടിനെ കുറിച്ച് നമ്മൾ രൂപപ്പെടുത്തുന്ന നിഗമനങ്ങൾ ബെന്യാമിനെ കുറിച്ച് ആരോപിക്കാൻ പറ്റില്ല. പക്ഷെ അതേസമയം ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലെ പഠനഫലങ്ങൾ ജനറലൈസ് ചെയ്യാൻ പറ്റും, അല്ലെ? നമ്മുടെ ഒരു ചെറിയൊരു ഗ്രൂപ്പിൽ പഠനം നടത്തി കിട്ടുന്ന റിസൾട്ട് അനുസരിച്ച് ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനിൽ മുഴുവൻ അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ജനറലൈസേഷന്, സാമാന്യവൽക്കരണത്തിന് സാധ്യതയുള്ളതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ഇവിടെ അന്വേഷണപരവും നിരീക്ഷണപരവുമാണ്, കുറെ കൂടി കോണ്ടക്സിലാണ്, ഡിസ്ക്രിപ്റ്റീവ് ആണ് നമ്മളുടെ ഗുണാത്മക ഗവേഷണങ്ങൾ. ഇവിടെ ചരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് കൂടുതൽ നോക്കുക. അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പെൻഡന്റ്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വാരിയബിൾ തമ്മിലുള്ള റിലേഷൻസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ചുകളിൽ കൂടുതൽ നോക്കുക. നമ്മൾ അതേസമയം ചിലതിലെ മാറ്റങ്ങൾ, ചലനാത്മകമാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഒരു വ്യക്തിയുടെ കഥകളെ നമ്മൾ ചിലപ്പോൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ട് അതിന്റെ പരിണാമത്തെ അടയാളപ്പെടുത്തും. പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ഒരു നിശ്ചിത കാലത്ത്, ആ ഗവേഷണം ചെയ്യുന്ന സമയത്ത് ഒരു വസ്തുവിൽ അവർ നടത്തുന്ന പരീക്ഷണങ്ങളുടെ ഒരു സമയമാണ്. അത് ഒരു ഹ്രസ്വകാലത്തേക്ക് മാത്രമാണ് അത് നിലനിൽക്കുക. അതിന് സ്ഥിരമായിട്ട് പിന്നെ ഒബ്സർവ് ചെയ്യില്ല. ഒരു മെഡിസിൻ മനുഷ്യർക്ക് കൊടുക്കണം എന്നുള്ളതിന്റെ പരീക്ഷണം ജന്തുക്കളിൽ നടത്തി റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ അവസാനിച്ചു. പക്ഷെ നമ്മൾ ഭാഷയെ സാഹിത്യത്തെ സംബന്ധിച്ചോളം നമുക്ക് കുമാരനാശാന്റെ പഠനങ്ങൾ ഒരാൾ പഠനം നടത്തിയതുകൊണ്ടോ രണ്ടാൾ പഠനം നടത്തിയതുകൊണ്ടോ ഒന്നും നിലയ്ക്കുന്നില്ല. അതിൽ പുതിയ സാധ്യതകളും പുതിയ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് വീണ്ടും 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 ഒരേ വിഷയം തന്നെ പഠിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇവിടെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ സാമ്പിള്, നമ്മളുടെ ഉപാദാനം, ആകാര സാമഗ്രികളെ നമ്മൾ വളരെ പർപ്പസ്ഫുള്ളി ആണ് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കുമാരനാശാന്റെ കഥ അല്ലെങ്കിൽ ഉണ്ണിയാറിന്റെ ചെറുകഥകളെ കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ ഉണ്ണിയാറിന്റെ ഏത് കഥകളാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് വളരെ ബോധപൂർവമാണ്. വളരെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള നമ്മളുടെ വിശകലനത്തിന് കൂടുതൽ സാധ്യത നൽകുന്ന കഥകളെയാണ് നമ്മൾ അവിടെ തിരഞ്ഞെടുക്കുക. പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ അങ്ങനെയല്ല, റാൻഡം സാമ്പിളിംഗ് ആയിരിക്കും. അവര് വളരെ കാഷ്വലായിട്ട്, വളരെ ആകസ്മികമായിട്ടാണ് സാമ്പിളുകളെ കണ്ടെത്തുക. അതിന് അതിൻ്റെതായ സാമ്പിളിംഗ് ടെക്നിക്കുകളുണ്ട്. ലോട്ടറിയിൽ നറുക്കെടുക്കുന്നത് പോലെ ഒരു പോപ്പുലേഷന്റെ വലിയ ഒരു ജനസംഘാതത്തിൽ നിന്ന് റാൻഡമായിട്ട് ആരെയെങ്കിലും കുറച്ചെണ്ണം തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ റാൻഡം ആയിട്ടുള്ള സെലക്ഷനിലൂടെ നമുക്ക് സാഹിത്യം കൃതികളെ കുറിച്ച് പഠിക്കാൻ പറ്റില്ല. ഒരു എഴുത്തുകാരന്റെ വളരെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള, നമ്മൾ ഒരുപാട് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തെരഞ്ഞെടുക്കുന്ന ഒരു സാമ്പിൾ അനുസരിച്ച് മാത്രമാണ് നമ്മൾ പഠനം നടത്തുക. ചലച്ചിത്രങ്ങളായാലും ശരി, മറ്റു കൃതികളിലൊക്കെ തന്നെ നമ്മൾ വളരെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു സാമ്പിളിംഗ് ആണ് നമ്മൾ ഇവിടെ നടത്തുക. അതും ഒരു പ്രധാന വ്യത്യാസമാണ്. നമ്മളുടെ തീസിസിനകത്ത് ധാരാളം നറേഷൻ സ്വഭാവം ഉണ്ടാവും, കൊട്ടേഷൻസ് ഉണ്ടാവും, ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് അവയുടെ ചരങ്ങൾ തമ്മിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിലേഷൻസ് ഉണ്ട്, അതിന്റെ സ്കോർ ഇത്രയാണ് കിട്ടുന്നത്, അതുകൊണ്ട് ഇത് തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന രീതിയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ച് ലഭിക്കുന്നത്. നമ്മളുടെ വിശകലനങ്ങൾ തീമാറ്റിക് ആയിരിക്കും, ആശയപരമായിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ചിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിരിക്കും അതിന്റെ വിശകലനങ്ങൾ. നമ്മൾക്ക് ഒരു സാഹചര്യത്തെ, ഒരു പ്രവണതയെ, ഒരു വ്യക്തിയെ
ഒക്കെ ആഴത്തിൽ മനസ്സിലാക്കലായിരിക്കും ക്വാളിറ്റേറ്റീവ് റിസർച്ച് ചെയ്യുന്നത്. മറ്റിടത്ത് ജനറലൈസേഷൻ ആയിരിക്കും അവരുടെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ഉദ്ദേശം, അതല്ലെങ്കിൽ പ്രഡിക്ഷൻ ആയിരിക്കും, പ്രവചനമായിരിക്കും. നാളെ എന്താണ് കാലാവസ്ഥയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം, അല്ലെങ്കിൽ മനുഷ്യർക്ക് സംഭവിക്കാൻ പോകുന്നത്, ഭൂമിക്ക് സംഭവിക്കാൻ പോകുന്നത്, ഒരു ചെടിക്ക് സംഭവിക്കാൻ പോകുന്നത്, ഒരു ജീവജാലത്തിന് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ് എന്നുള്ള കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ പറയും. അതുപോലെ തന്നെ ഇതിന്റെ മെത്തഡോളജി കുറെ കൂടി സ്ഥിരമായിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് ഉപയോഗിക്കുക. നമ്മളെ സംബന്ധിച്ചോളം സാഹിത്യ വിദ്യാർത്ഥികൾക്ക് എപ്പോഴും ഏതൊക്കെ ചാപ്റ്റർ വേണം, നമ്മളുടെ റിസർച്ചിൽ ഓരോ ചാപ്റ്റർ എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വലിയ ഉത്കണ്ഠകളും വലിയ അന്വേഷണങ്ങളുമാണ്. ഇത്തരം ആശങ്കകളൊന്നും തന്നെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലില്ല. അതിൽ വളരെ പ്രീ ഡിറ്റർമിൻഡ് ആണ് ഓരോ ചാപ്റ്ററിന്റെയും എത്ര ചാപ്റ്റർ വേണമെന്നും അതിൽ ആ ചാപ്റ്ററുകൾ എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളതും വളരെ പ്രീ ഡിറ്റർമിൻഡ് ആണ്. അപ്പൊ അങ്ങനെ സ്ഥിരമായിട്ടുള്ള സങ്കേതപരമായിട്ടുള്ള ഒരു ഗവേഷണ രൂപമാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനുള്ളത്. എന്നാൽ ഇവിടെയുള്ളത് നമ്മൾക്ക് കുറെ കൂടി ഫ്രീഡം ഉണ്ട്. നമ്മളുടേതായിട്ടുള്ള ഒരു മെത്തഡോളജി രൂപപ്പെടുത്താനുള്ള കുറെ കൂടി ചാലഞ്ചിങ് ആണ്. നമ്മുടെ ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു മെത്തഡോളജി നമ്മൾ സ്വയം രൂപപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ അധ്യായങ്ങളൊന്നും തന്നെ പ്രീ ഡിറ്റർമിൻഡ് അല്ല. ചില 1-2 അധ്യായങ്ങളെ കുറിച്ച് പറയാമെന്നല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ പ്രീ ഡിറ്റർമിൻഡ് അല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നിൽക്കുന്നതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന്. സാമാന്യമായിട്ട് ഈ രണ്ട് ഗവേഷണങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില ഗവേഷണ രൂപങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങളെ ബാക്കി സമയത്തിനനുസരിച്ച് ഓടിച്ച് തീർക്കാമെന്ന് കരുതുന്നു. സമയം ഉണ്ടാവും. ഇനി എനിക്ക് തോന്നുന്നു എക്സ്പെരിമെന്റൽ റിസർച്ചിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. അതാണ് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതുള്ളത്. അതുകൊണ്ട് ഞാൻ അതിലേക്കാണ് അതൊന്ന് പറയാം. എന്താണ് എക്സ്പെരിമെന്റൽ റിസർച്ച്? എക്സ്പെരിമെന്റ്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു ലാബ് സങ്കല്പിച്ചുകൊണ്ട് കുറെ ടെസ്റ്റ് ട്യൂബുകൾ, കുറെ മൂലകങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നടത്തുന്ന പരീക്ഷണങ്ങൾ മാത്രമാണ് പരീക്ഷണങ്ങൾ എന്ന് നമ്മളുടെ ഗവേഷണ മേഖലയിൽ ചിന്തിക്കരുത്. അതിൻ്റെയും അപ്പുറത്തേക്ക് നമ്മളുടെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നതിൻ്റെ ലാബ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ക്ലാസ് മുറി ആയേക്കാം, ചിലപ്പോൾ എന്നല്ല ധാരാളം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു ക്ലാസ് മുറി എഡ്യൂക്കേഷൻ ഫീൽഡിൽ ചിലപ്പോൾ അതല്ലെങ്കിൽ ഒരു ആശുപത്രി മുറി ആയിരിക്കാം, ഒരു രോഗിയുടെ മുറി ആയിരിക്കാം. അങ്ങനെ സ്ഥലം എപ്പോഴും ഒരു ലാബ്, ടെസ്റ്റ് ട്യൂബ്, മൂലകങ്ങൾ എന്നുള്ള രൂപത്തിൽ എക്സ്പെരിമെന്റുകളെ കാണരുത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒബ്സർവേഷൻ എന്നുള്ള വാക്കിനെയും നമ്മൾ രണ്ട് രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മളുടെ സെൻസ്, പഞ്ചേന്ദ്രിയാനുഭവമായിട്ടുള്ള നിരീക്ഷണങ്ങൾ, കണ്ടും കേട്ടും രുചിച്ചും തൊട്ടും നോക്കുന്ന നിരീക്ഷണങ്ങൾ. നമ്മുടെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാകുമ്പോൾ അത് നമ്മളുടെ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചുകളിലൊക്കെ അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ റിസർച്ചിലാണ് അതിൽ കൂടുതൽ സാധ്യത. നമ്മുടെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ചിന്തിച്ച്, അതൊരു സെൻസ് ഓർഗൻ ആയിരിക്കില്ല, എല്ലാത്തിലും ബുദ്ധിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എങ്കിൽ പോലും ഇവിടെ നമ്മൾക്ക് കാണലും കേൾക്കലും ഒന്നുമല്ല പ്രധാനം. അതൊക്കെ അതിലേക്ക് സഹായിച്ചെങ്കിലും നമ്മുടെ ചിന്തയാണ്, നമ്മുടെ മനനമാണ് അതിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഒബ്സർവേഷൻ എന്നുള്ള രീതിയെ മനനം എന്നുള്ള രീതിയിലും നിരീക്ഷണം എന്നുള്ളതിന് മനനം എന്നുള്ള രീതിയിലും അല്ലാണ്ട് പഞ്ചേന്ദ്രിയ അനുഭവം, ഓർഗൻസിലൂടെയുള്ള അനുഭവം എന്നുള്ള രൂപത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി എക്സ്പെരിമെന്റൽ റിസർച്ച് വരാം. അപ്പോൾ എങ്ങനെയാണ് മാനവിക വിഷയങ്ങളിൽ, വിദ്യാഭ്യാസം പോലെയുള്ള വിഷയങ്ങളിൽ, സൈക്കോളജി പോലെയുള്ള വിഷയങ്ങളിൽ പരീക്ഷണങ്ങൾ വരുന്നത്? അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം എടുത്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. ഇവിടെ ഞാൻ KKTM കോളേജിൽ തന്നെ പൂർണ്ണമായിട്ട് എക്സ്പെരിമെന്റൽ സ്വഭാവത്തോടു കൂടിയല്ല എങ്കിലും ഒരു ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയാറുണ്ട്, ഭാഗിക പരീക്ഷണ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള ഒരു ഗവേഷണം. അതിൽ BA മലയാളം വിദ്യാർത്ഥികളുടെ കരിക്കുലം ട്രാൻസാക്ട് ചെയ്യുന്നു, പാഠ്യപദ്ധതി വിനിമയം ചെയ്യുന്നതിന് തിയേറ്റർ രീതി, നാടക രീതി എത്രമാത്രം ഗുണം ചെയ്യുമെന്നുള്ള അന്വേഷണമാണ് നടത്തുന്നത്. ഒരിക്കൽ കൂടി ഞാൻ ഗവേഷണ വിഷയം പറയാണ്. BA മലയാളം വിദ്യാർത്ഥികളുടെ സിലബസ് പഠിപ്പിക്കുന്നതിന് തിയേറ്റർ മെത്തേഡ് എത്രമാത്രം അനുയോജ്യമാണ് എന്നുള്ളൊരു ടോപ്പിക്. അപ്പോൾ ഇത് എക്സ്പെരിമെന്റൽ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം? എൻ്റെ 3ാം വർഷ BA മലയാളം കുട്ടികളുടെ ക്ലാസ് മുറിയിലെ വിദ്യാർത്ഥികളെ നമ്മൾ 2ആയിട്ട് പകുക്കുന്നു. ഈ 2ആയിട്ട് നമ്മൾ ഇവരെ വിഭജിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ തരത്തിലും അത് ഐഡന്റിറ്റിക്കൽ ആയിട്ടുള്ള ഗ്രൂപ്പാണ് ഐഡിയലി വേണ്ടത്. എന്ന് പറഞ്ഞാൽ
ആ കുട്ടികളുടെ ബുദ്ധി നിലവാരം, ആ രണ്ട് ഗ്രൂപ്പിലുമുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം, അവരുടെ പ്രായം, അവർക്ക് മുൻ പരീക്ഷകളിൽ കിട്ടിയിട്ടുള്ള മാർക്കുകൾ അഥവാ അവരുടെ സ്കോർ, ബുദ്ധി നിലവാരം, ഇതൊക്കെ. അപ്പൊ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്ന ഒരു പ്രീ ടെസ്റ്റ് നടത്തും, ഒരു പരീക്ഷ പൊതുവായിട്ട് നടത്തും, എന്നിട്ട് അതിന്റെ സ്കോർ നോക്കും. ആ സ്കോർ നോക്കിയിട്ട് നമ്മൾ എബവ് ആവറേജുള്ള കുട്ടികളെ 2 ഗ്രൂപ്പിലേക്കും ഇടും, ബിലോ ആവറേജുള്ള കുട്ടികളെ 2 ഗ്രൂപ്പിലേക്ക് ഇടും, ആവറേജുകാരായ കുട്ടികളെയും 2 ഗ്രൂപ്പിലേക്ക് ഇടും. അങ്ങനെ 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിനെ 20-20 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ 20-20 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഈ കുട്ടികളിൽ അവരുടെ സെക്സ്, ആൺകുട്ടികൾ 10-12 ആണെങ്കിൽ 12 ആൺകുട്ടികൾ 2 ഗ്രൂപ്പിലും ഉണ്ടാവും, 8 പെൺകുട്ടികളായിരിക്കും. ഈ പെൺകുട്ടികളുടെയും എല്ലാ തരത്തിലും ഉള്ള അവരുടെ സ്കോറും മറ്റതും എല്ലാം നോക്കിയിട്ട് അങ്ങനെ വളരെ ഐഡന്റിക്കലായ, വളരെ യൂണിഫോം ആയിട്ടുള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ 2 ഗ്രൂപ്പ് കുട്ടികളെ നമ്മൾക്ക് കിട്ടി. 2 ക്ലാസ് റൂമിലേക്കായിട്ട് നമ്മൾ ഇവരെ ഇരുത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കാണല്ലോ വേണ്ടത്. നമ്മൾ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്നുള്ള അവരുടെ പേപ്പർ, അതിൽ അരിസ്റ്റോട്ടിൽ, റൂസോ തുടങ്ങിയ ചിന്തകന്മാരെ ആണ് നമുക്ക് പഠിപ്പിക്കേണ്ടത്. അപ്പൊ ഗ്രൂപ്പ് അല്ലെങ്കിൽ ക്ലാസ് എ എന്ന ഗ്രൂപ്പിൽ ഈ ചിന്തകന്മാരെ നമ്മൾ നാടക രീതിയിൽ പഠിപ്പിക്കുന്നു. ക്ലാസ് ബിയിൽ ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡ്, അല്ലെങ്കിൽ ലെക്ചർ മെത്തേഡിലൂടെയും ഇത് സാധാരണ പഠിപ്പിക്കാറുള്ളത് പോലെ തന്നെ പഠിപ്പിക്കുന്നു. ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസിനെ നമ്മൾ, ഈ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് പോലെ ഒരു ചരമായിരിക്കും, അത് നമ്മളുടെ റിസൾട്ടിനെ ബാധിച്ചേക്കാം. അപ്പൊ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി വരും. ഇവരുടെ ഇവർക്ക് മറ്റ് ക്ലാസ്സിൽ എന്താണ് നടക്കുന്നത് എന്ന് ഇവരെ അറിയേണ്ടതില്ല. അങ്ങനെ ഇവരെ തീർത്തും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഗ്രൂപ്പിനെ മറ്റൊരു ടീച്ചറോ അല്ലെങ്കിൽ നമ്മൾ തന്നെയോ പ്രസംഗ രീതിയിൽ, ലെക്ചർ മെത്തേഡിൽ പഠിപ്പിക്കുന്നു. ക്ലാസ് എയിൽ ഇതേ കുട്ടികളെ തന്നെ നമ്മൾ നാടക രീതിയിൽ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് ആദ്യം നമ്മൾ ഒരു 3 ദിവസത്തെ റെസിഡൻഷ്യൽ വർക്ക്ഷോപ്പ്, തിയേറ്ററിൽ വർക്ക്ഷോപ്പ് കൊടുക്കുന്നു. അങ്ങനെ കുട്ടികൾക്ക് വളരെ കോൺഫിഡൻസ് വന്നു, ഏത് കാര്യങ്ങളെയും നാടകമാക്കാനോ അഭിനയിക്കാനോ ഒക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് വന്നു. അതിനുശേഷം അവരുടെ പാഠഭാഗങ്ങൾ, റൂസോയെയും അരിസ്റ്റോട്ടലിനെയും ഒക്കെ നാടകമാക്കി മാറ്റാൻ ഗ്രൂപ്പ് തിരിച്ച് നമ്മൾ ടാസ്ക് കൊടുക്കുന്നു. അവർ അത് നാടകമാക്കി മാറ്റുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, അവതരിപ്പിക്കുന്നു. അങ്ങനെ തിയേറ്റർ രീതിയിലൂടെ റൂസോയെയും അരിസ്റ്റോട്ടലിനെയും പഠിപ്പിച്ചു. മറ്റേ ക്ലാസ്സിൽ സാധാരണ രീതിയിലും പഠിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം 2 പേരെയും നമ്മൾ ഒരേ ചോദ്യ പേപ്പറിൽ പരീക്ഷ നടത്തുന്നു. ഇതേ ഭാഗം ഏത് ഗ്രൂപ്പിനാണ് അധികം സ്കോർ കിട്ടുന്നത് എന്നുള്ളത് നമ്മളുടെ പഠന രീതിയുടെ മികവിനെ സൂചിപ്പിക്കുന്നു. ചിലപ്പോൾ നമ്മൾ പരികല്പന വെച്ചിട്ടുണ്ടാവും. ഇന്നലെ അനിൽ മാസ്റ്റർ ക്ലാസ്സിൽ പരികല്പന എന്താണെന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഇതിന്റെ പരികല്പന ചിലപ്പോൾ നാടക രീതിയിലുള്ള പാഠ്യപദ്ധതി വിനിമയം സാമ്പ്രദായിക രീതിയേക്കാൾ ഉയർന്ന പഠന നേട്ടം ഉണ്ടാക്കും എന്നായിരിക്കാം. അതല്ലെങ്കിൽ 2 രീതിയും തമ്മിൽ, നമ്മൾക്ക് ഇന്നലെ നൾ ഹൈപ്പോത്തിസിസ് സാറ് പറഞ്ഞിരുന്നു, ശൂന്യ പരികല്പന. ആ രൂപത്തിലേക്ക് ഇതിനെ ആക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാക്കണം? പരീക്ഷയ്ക്ക് നൾ ഹൈപ്പോത്തിസിസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ റിപ്പീറ്റ് ചെയ്യുന്നത്. നൾ ഹൈപ്പോത്തിസിസ് ഇൻ ദ ഫോം ഓഫ് നൾ, ശൂന്യ പരികല്പന. അതായത് നാടക രീതിയിലൂടെ പഠിപ്പിക്കുന്നതും പ്രസംഗ രീതിയിലെ പഠിപ്പിക്കുന്നത് കൊണ്ടും പഠന നേട്ടത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊള്ളണം എന്നില്ല എന്നിങ്ങനെ നെഗറ്റീവ് ഫോമിലേക്ക് ഹൈപ്പോത്തിസിസിനെ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ആണ് അത് നൾ ഹൈപ്പോത്തിസിസ് ആവുന്നത്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഹൈപ്പോത്തിസിസ് നള്ളായിരിക്കാം, അല്ലെങ്കിൽ പ്രസംഗ രീതിയാണ് കൂടുതൽ മികച്ചതെന്ന് നമുക്ക് ഹൈപ്പോത്തിസിസ് കൊടുക്കാം, അതല്ലെങ്കിൽ നാടക രീതിയിലൂടെ പഠിപ്പിക്കുമ്പോഴാണ് ഉയർന്ന പഠന നേട്ടം ഉണ്ടാകുന്നത് എന്ന് പരികല്പന കൊടുക്കാം. അപ്പോൾ ഈ പരികല്പനയെ കൂടെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പരീക്ഷ നടത്തി സ്കോർ കിട്ടി, റിസൾട്ടിനെ നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാം, എന്നിട്ട് കമ്പയർ ചെയ്യാം എവിടെയാണ് കൂടുതൽ ഉയർന്ന പഠന നേട്ടം ഉണ്ടായത് എന്നുള്ളത് പഠന രീതിയുടെ മികവിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നാടക രീതിയിലൂടെ പഠിപ്പിച്ച കുട്ടികൾ ഉയർന്ന സ്കോർ നേടിയതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ അത് തിയേറ്റർ മെത്തേഡും ഒരു കരിക്കുലം ട്രാൻസാക്ഷന് അനുയോജ്യമായ ഒരു രീതിയാണ് എന്നുള്ളത് നമ്മൾ തെളിയിക്കുന്നു. അപ്പോൾ അതിന് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷന്, വേറൊരു സ്ഥാപനത്തിലേക്ക് നമുക്ക് ഈ രീതി സാമ്പ്രദായിക രീതിയേക്കാൾ ബെറ്റർ ആണ് എന്നുള്ളത് നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു പരീക്ഷണ രീതിയുടെ സ്വഭാവം. അപ്പൊ അതിന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സാമ്പിളുകൾ വളരെ ഐഡന്റിറ്റിക്കൽ ആയിരിക്കണം. ആ ഐഡന്റിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സാമ്പിളിൽ ഒരു കാര്യത്തിൽ മാത്രമാണ് നമ്മൾ വ്യത്യാസപ്പെടുന്നത്. ഇനി ഇതിനെ നമുക്ക് കുറച്ചുകൂടി ടെക്നിക്കൽ ആയിട്ട് ഈ എക്സ്പെരിമെന്റിനെ, നമ്മളിപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ള ഈ എക്സ്പെരിമെന്റിനെ നമുക്കൊന്ന് ടെക്നിക്കലായിട്ടൊന്ന് നോക്കുക. അപ്പൊ ഇവിടെ ഏതൊക്കെ വാരിയബിളുകളാണ് വന്നത്? 2 വാരിയബിളുകളാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. ഒന്ന്, അധ്യാപന രീതിയാണ് ഒരു വാരിയബിൾ.
അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, സ്വതന്ത്ര ചരമാണ്. കാരണം അതാണ് കാരണം. ആ കാരണമാണ് റിസൾട്ട് ഉണ്ടാക്കുന്നത്. ആ റിസൾട്ട് എഫക്റ്റ് ആണ്. ആ പരീക്ഷയിൽ കിട്ടുന്ന മാർക്കാണ് റിസൾട്ട്. അപ്പൊ ആ റിസൾട്ട് എഫക്റ്റ് ആണ്. അപ്പൊ എഫക്റ്റ് ഉണ്ടാക്കിയ പരീക്ഷ എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. ഇവിടെ പരീക്ഷയിൽ കിട്ടുന്ന സ്കോർ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഈ പഠിപ്പിക്കൽ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് കിട്ടിയ സ്കോർ എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഇത് ടീച്ചിങ്ങിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ടീച്ചിങ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിളും അതിന്റെ റിസൾട്ട് ആയിട്ടുള്ള ഈ സ്കോർ എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പോൾ ഈ കോസും എഫക്റ്റും ആണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, സ്വതന്ത്ര ചരത്ത് ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ബാക്കി എല്ലാ ചരങ്ങളും ഐഡന്റിക്കലാണ് ഈ രണ്ട് ഗ്രൂപ്പിലും. ഒരു കാര്യത്തെ മാത്രമാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അഥവാ വ്യത്യാസപ്പെടുന്നത്. അതെന്താണ്? ബോധന രീതി, പഠിപ്പിക്കുന്ന ടീച്ചിങ്ങിനെയാണ് നമ്മൾ മാറ്റം വരുന്നത്. ടീച്ചിങ്ങിനെ മാത്രം നമ്മൾ വ്യത്യാസപ്പെടുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണ്. സിലബസ് ഒന്നാണ്, പാഠ്യവസ്തു ഒന്നാണ്, പഠിക്കപ്പെടുന്ന കുട്ടികളുടെ നിലവാരം ഒന്നാണ്. എല്ലാ തരത്തിലും ഐഡന്റിക്കൽ ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പാണ്. അവിടെ പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് മാത്രം മാറ്റം വരുന്നു. ഈ മാറ്റം വരുത്തുന്ന ഗ്രൂപ്പ്, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, അതിനെ ആണ് നമ്മുടെ ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളിലാണ് നമ്മൾ മാറ്റം വരുത്തുന്നത്. അപ്പൊ അങ്ങനെ മാറ്റം വരുത്തുന്ന ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടുള്ള ഈ ക്ലാസ് മുറിയെ നമ്മൾ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്നും, മറ്റേ ക്ലാസ് റൂം ബിയെ കൺവെൻഷണൽ ആയിട്ട് പഠിപ്പിക്കുന്ന ക്ലാസ് റൂമിനെ നമ്മൾ കൺട്രോൾ ഗ്രൂപ്പും എന്ന് പറയുന്നത് വളരെ നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. ഏത് എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെയും അവിഭാജ്യ ഘടകമാണ് കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും. അപ്പൊ ഇത് തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. മാറിപ്പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. എവിടെയാണോ നമ്മൾ ബോധന രീതിയിൽ മാറ്റം വരുത്തി റിസൾട്ട് ഉണ്ടാകും, നമ്മൾ പരിശോധിക്കപ്പെടുന്നത്, നമ്മൾ ഈ ടൈറ്റിലിൽ നമ്മൾ പരിശോധിക്കപ്പെടുന്നത് എന്താണ്? നാടക രീതി കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ നാടക രീതി നമ്മൾ എവിടെയാണോ കൊടുക്കുന്നത് ആ ക്ലാസ് മുറിയാണ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്. അപ്പുറത്തെ കൺവെൻഷണൽ ആയിട്ട് പഠിപ്പിക്കുന്ന ഗ്രൂപ്പാണ് കൺട്രോൾ ഗ്രൂപ്പ്. അപ്പൊ ഈ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലെയും കൺട്രോൾ ഗ്രൂപ്പിന്റെയും റിസൾട്ടിനെ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റൽ റിസർച്ച് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് ഞാൻ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചരങ്ങളെ കുറിച്ച് ആദ്യം തന്നെ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾ എന്ന് പറയുന്നത് ടീച്ചിങ് മെത്തേഡാണ്. ഡിപ്പെൻഡന്റ് വേരിയബിൾ റിസൾട്ടാണ്. അപ്പൊ റിസൾട്ട് നമുക്ക് കിട്ടി. 2 ക്ലാസ് റൂം, 2 or 3 നമുക്ക് ക്ലാസ് റൂമുകൾ ലാബിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും വിഷയത്തിന്റെ സ്വഭാവം അനുസരിച്ച്. എന്തായാലും ഒരു എക്സ്പെരിമെന്റൽ റിസർച്ച് ആവണമെങ്കിൽ അതിൽ 2 ഗ്രൂപ്പുകൾ, കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും ഉണ്ടായിരിക്കണം. നിങ്ങൾ അതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം എഴുതേണ്ടത് അങ്ങനെയാണ്. ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് വിശദീകരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യം സമർത്ഥിക്കാൻ പറ്റും. അപ്പോൾ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്, കൺട്രോൾ ഗ്രൂപ്പ്. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലും കൺട്രോൾ ഗ്രൂപ്പിലും നമ്മൾ ടീച്ചിങ് നടത്തുന്നു. ആ ടീച്ചിങ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോഴായാലും നമുക്ക് വീണ്ടും കുറച്ചുകൂടി മനസ്സിലാക്കേണ്ട മറ്റൊരു വളരെ സമകാലത്ത് കുറച്ചുകൂടി പ്രാധാന്യം നേടിയിട്ടുള്ള അടുത്ത 2 ടൈപ്പ് ഗവേഷണങ്ങളെ കുറിച്ചുകൂടി നമുക്ക് കുറച്ച് കാര്യമായിട്ട് മനസ്സിലാക്കാം. അത് എന്താണ് ഗവേഷണത്തിലെ ഇന്റർ ഡിസിപ്ലിനാരിറ്റി, എന്താണ് മൾട്ടി ഡിസിപ്ലിനാരിറ്റി, അന്തർവൈജ്ഞാനിക ഗവേഷണം എന്ന് പറയുന്നത് എന്താണ്, ബഹുവൈജ്ഞാനിക ഗവേഷണം എന്ന് പറയുന്നത് എന്താണ്. ഇത് വളരെ റെലവെന്റ് ആയിട്ട് വരുന്ന ഒരു സമയമാണ്. നമ്മളുടെ ഈ ചിന്ത വരുന്നത് നമ്മളുടെ ഒരു വിഷയവും അതായിട്ട് നിൽക്കുന്നില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. സോറി, ഞാൻ ഒരു കാര്യം കൂടെ നേരത്തെ പറഞ്ഞതിലേക്ക് ആഡ് ചെയ്യാണ്, നേരത്തെ വിട്ടുപോയതാണ്. എക്സ്പെരിമെന്റൽ റിസർച്ചിൽ നമ്മൾ ബേസ് ആയിട്ടുള്ള ഒരു തിയറി ഉണ്ടല്ലോ, സയൻസിന്റെ തിയറിയാണ് നമ്മൾ അതിന്റെ അടിസ്ഥാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് 1873 സ്റ്റുവർട്ട് മില്ല് പരീക്ഷണ രീതിയുടെ സ്വഭാവം വ്യക്തമാക്കിയിട്ട് അതിൽ ചില നിയമങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. ലോ ഓഫ് ഡിഫറൻസ് പോലെയുള്ള നിയമങ്ങളെ കുറിച്ച് പറയുന്നത്. അതാണ് എക്സ്പെരിമെന്റൽ രീതിയുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു തിയറി അഥവാ സിദ്ധാന്തം എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ്. അതിന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാമെന്ന് തോന്നുന്നു. വളരെ ഐഡന്റിക്കൽ ആയിട്ടുള്ള 2 സാഹചര്യം, വളരെ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഈ 2 സാഹചര്യത്തിൽ
നമ്മൾ എന്തെങ്കിലും പുതുതായിട്ട് കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ പുതുതായിട്ട് കൂട്ടിച്ചേർക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ആ സാഹചര്യത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ മാറ്റത്തിന് കാരണം ഈ കൂട്ടിച്ചേർക്കപ്പെട്ട എലമെന്റ് ആണ്. അതാണ് ഒരു നിയമം. രണ്ടാമത്തെ അടിസ്ഥാന നിയമം എന്ന് പറയുന്നത് വളരെ ഐഡന്റിക്കൽ ആയിട്ടുള്ള രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് ഒരു എലമെന്റിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു, മാറ്റുന്നു. അത് ഒരു ഫലം ആ സാഹചര്യത്തിൽ ഉണ്ടാക്കും, ഒരു റിസൾട്ട് ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ ആ റിസൾട്ടിന് കാരണക്കാരണം ആയിരിക്കുന്നത് നമ്മൾ മാറ്റി ഒഴിവാക്കപ്പെട്ട ഘടകമാണ്. ഇതാണ് ഈ എല്ലാ പരീക്ഷണ രീതിയുടെയും അടിസ്ഥാന സ്വഭാവം. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് പരീക്ഷണ രീതിയായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, തിയററ്റിക്കൽ ബേസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാന്നുള്ള വാക്കാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്താണ് അന്തർവൈജ്ഞാനിക ഗവേഷണം, എന്താണ് ബഹുവൈജ്ഞാനിക സമീപനം? ഇതൊരു അപ്രോച്ചാണ്. എന്താണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത്? അപ്പോൾ നമ്മളുടെ നിലവിലുള്ള വിഷയങ്ങളുടെ, ഡിസിപ്ലിനുകളുടെ ശാഖാബന്ധിതമായിട്ടുള്ള രീതിയോടുള്ള ഒരു എതിർപ്പ്, ഒരു വിജ്ഞാന പദ്ധതിയും ഒരു വിഷയവും തന്നെ ആ വിഷയം മാത്രമായിട്ട് നിൽക്കുന്നില്ല. അത് എല്ലാം തന്നെ ഇതര വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിൽക്കുന്നത് എന്നും ഒറ്റ വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പഠനത്തിന് പരിമിതിയുണ്ടെന്നും അത് നമ്മളുടെ ഫൈൻഡിങ്സിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ടെന്നും ഇത് മറികടക്കണമെങ്കിൽ വിഷയങ്ങൾ തമ്മിലുള്ള ഉത്കൃതനം ആവശ്യമാണ് എന്നുള്ള ഒരു തിയററ്റിക്കൽ ബേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി റിസർച്ചിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അന്തർവൈജ്ഞാനികത. അപ്പൊ നമ്മൾ ഈ വിഷയങ്ങളെ ഇവിടെ ഉത്കൃതിക്കുകയാണ് ചെയ്യുന്നത്. വിഷയങ്ങൾ എങ്ങനെയാണ് ഉത്കൃതിക്കപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് പ്രളയം വന്ന സമയത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വളരെ ആക്റ്റീവായി. നമുക്ക് ആളുകളുടെ ജീവൻ രക്ഷിക്കണം, ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ നടക്കണം. വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുന്നു, പല കോണുകളിൽ നിന്ന് ധാരാളം സന്ദേശങ്ങൾ എത്തുന്നു. അത് വാട്സപ്പ് ഉപയോഗിക്കുന്നു. വാട്സപ്പ് മെസ്സേജുകൾ, GPS, ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ ആളുകൾ GPS ഞങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അവിടേക്ക് രക്ഷാപ്രവർത്തകരെത്തുന്നു. അവരെ കരയിലൂടെയും ആകാശത്തിലൂടെയും ഹെലികോപ്റ്റർ വഴിയും സൈന്യങ്ങൾ കൊണ്ടുപോകുന്നു. കൃത്യമായിട്ട് അതിനെ ലൊക്കേറ്റ് ചെയ്യുന്നു. ധാരാളം രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു. സന്ദേശങ്ങൾ കൈമാറുന്നു. മഴയുടെ തീവ്രതയും സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണം വളരെ കൃത്യമായിട്ട് ഇടപെടുന്നു. അങ്ങനെ ആളുകളുടെ ജീവനും സുരക്ഷിതത്വവും കൊടുത്തുകൊണ്ട് പരമാവധി ദുരന്തത്തെ നമ്മൾ ഒഴിവാക്കുകയും ആളപായങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ പ്രളയം എന്നുള്ള ഒരു പ്രശ്നത്തെ നമ്മൾ വളരെ വിദഗ്ധമായിട്ട് പരിഹരിച്ചു. അങ്ങനെ വിദഗ്ധമായിട്ട് ഇത് പരിഹരിക്കപ്പെടുമ്പോൾ നമ്മളാരും ഇവിടെ സഹായത്തിനെത്തിയത് ഏതൊക്കെ വിജ്ഞാന ശാഖകളാണ് എന്ന് നമ്മളാരും തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ബോധേഡല്ല. നമ്മളെ സംബന്ധിച്ചോളം ഒരു പ്രശ്നത്തെ പരിഹരിക്കുക എന്നുള്ളതിനാണ് ഊന്നൽ. ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിന് ഇവിടെ പ്രളയം എന്നുള്ള ഒരു പ്രശ്നം, പ്രളയത്തിൽ ആളപായം ഉണ്ടാകാതിരിക്കുക എന്നുള്ള നമ്മളുടെ ഒബ്ജക്റ്റീവ്, നമ്മളുടെ എയിം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ അവിടെ ജോഗ്രഫി സഹായത്തിനെത്തിയിട്ടുണ്ട്, അവിടെ ടെക്നോളജി സഹായത്തിനെത്തിയിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് സഹായത്തിനെത്തിയിട്ടുണ്ട്, ഭാഷ സഹായത്തിനെത്തിയിട്ടുണ്ട്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എത്തിയിട്ടുണ്ട്, കാലാവസ്ഥാ പഠനങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുടെ അറിവുകളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പ്രളയം എന്നുള്ള ഒരു പ്രശ്നത്തെ പരിഹരിച്ചത്. ആ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തിയ അറിവുകൾ ഏത് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള ഒരു അന്വേഷണമേ നമ്മൾ നടത്തിയിട്ടില്ല. നമ്മളെ സംബന്ധിച്ചോളം ഇത് സമഗ്രമായിട്ടാണ് നമുക്കത് അനുഭവപ്പെടുന്നത്. ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ, നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ, ഇതൊക്കെ ഏതൊക്കെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് നമ്മൾ ആലോചിക്കുന്നില്ല. അവിടെ ഭാഷയുണ്ട്, ICT ഉണ്ട്, കാലാവസ്ഥാ പഠനങ്ങളുണ്ട്, മുൻ അനുഭവങ്ങൾ, ചരിത്രം വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിരവധിയായ വിഷയങ്ങളെ ഉത്കൃതിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പ്രളയം എന്നുള്ള ഒരു പ്രശ്നത്തെ പരിഹരിച്ചത്. ഈ ഇന്റഗ്രേഷനാണ് ഡിസിപ്ലിനാരിറ്റി, ഇന്റർ ഡിസിപ്ലിനാരിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഗവേഷണ വിഷയം
നമുക്ക് ഒരു വിഷയത്തിന്റെ മാത്രം കണ്ണിലൂടെ സമീപിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആഴത്തിലുള്ള, കൂടുതൽ കൃത്യതയുള്ള, കൂടുതൽ സമഗ്രമായ ഒരു കൺക്ലൂഷൻ, ഒരു നിഗമനം നമ്മൾ ഒന്നിൽ കൂടുതൽ, രണ്ടിൽ കൂടുതൽ വിഷയങ്ങളെ ഉത്കൃതിപ്പിച്ചുകൊണ്ട് പഠനം നടത്തുമ്പോൾ നമുക്ക് കിട്ടും. അതാണ് ചുരുങ്ങിയ വാക്കുകളിൽ ഇന്റർ ഡിസിപ്ലിനാരിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭാഷയിലേക്ക് വന്നാൽ ഇത് ഏത് വിഷയവുമായിട്ട് ഉത്കൃതിക്കാൻ പറ്റും. നമ്മുടെ പ്രശ്നമാണ്, ആ പ്രശ്നത്തിലേക്ക് എന്തൊക്കെ വിഷയങ്ങൾ ഉത്കൃതിപ്പിക്കണമെന്നിരിക്കുന്നത്. അപ്പൊ MN വിജയന്റെ പഠനങ്ങൾ തന്നെ ഇത് രണ്ടിനും ഉദാഹരണമാണ്. MN വിജയന്റെ മാഷിന്റെ സഹീന്റെ മകൻ എന്നുള്ള പഠനത്തിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രശ്നം, എന്തുകൊണ്ട് വൈലോപ്പിള്ളി കവിതകളിൽ ദൃശ്യബിംബങ്ങൾ കൂടുതലായി വരുന്നു എന്നുള്ളതാണ്. ഇതാണ് പ്രശ്നം. ഈ പ്രശ്നത്തിന്റെ ഉത്തരം നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ കവിതകൾ വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ എസ്തെറ്റിക്സ്, നമ്മുടെ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളുടെ, അലങ്കാര കൽപ്പനകളുടെ, ഭാഷാ പ്രയോഗങ്ങളുടെ, ശൈലികളുടെയൊക്കെ വെളിച്ചത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾക്ക് ചില നിഗമനങ്ങൾ രൂപപ്പെടുത്താൻ പറ്റും. പക്ഷേ അവിടെ ഭാഷാപരമായിട്ടുള്ള ഇതിനേക്കാൾ കൂടുതലായിട്ട് MN വിജയൻ ഉപയോഗപ്പെടുത്തിയത് മനഃശാസ്ത്ര തത്വങ്ങളാണെന്ന് ആ ലേഖനത്തിലൂടെ കടന്നുപോയി നമ്മൾക്കെല്ലാവരും. ഫ്രോയിഡിന്റെയും യുങ്ങിന്റെയും മനഃശാസ്ത്ര തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് വൈലോപ്പിള്ളി കവിതകളിൽ ദൃശ്യബിംബങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഉള്ള അന്വേഷണത്തിന്റെ ഫലം അവിടെ, നിഗമനങ്ങൾ അവിടെ രൂപപ്പെടുത്തുന്നു. അപ്പോൾ അത് അദ്ദേഹം അവിടെ സ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മളുടെ പഠനങ്ങളിൽ സൈക്കോളജിയുടെയും ചരിത്രവും സൈക്കോളജിയും ഒക്കെ തന്നെ നിരന്തരമായിട്ട് നമ്മുടെ ഭാഷയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ തിയറികൾ ഉപയോഗിക്കുന്നത്. മറ്റ് ഡിസിപ്ലിനുകളിൽ നിന്നാണ് ഭാഷാശാസ്ത്രത്തിന്റെ സിദ്ധാന്തങ്ങൾ ഉപയോഗിക്കുന്നു. നമുക്ക് ചില ഇതിനേക്കാളും ഉപരിയായിട്ട് ഇപ്പോൾ നമുക്ക് വേറൊരു വിഷയം നോക്കാം. ആരാണ് കേരളത്തിലെ ആദിമവാസി നിവാസികൾ എന്നുള്ള ഒരു പഠനം നടത്തുന്നതിന് നമുക്ക് ചിലപ്പോൾ ചരിത്രപരമായ തെളിവുകളെ, ഇതാണ് ഒറ്റ പ്രശ്നം. ഈ പ്രശ്ന പരിഹരണത്തിന് നമ്മൾ ഇന്റർ ഡിസിപ്ലിനാരിറ്റിയിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിഷയങ്ങളെ ഉത്കൃതിപ്പിച്ചുകൊണ്ട് ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി ഏതൊക്കെ വിഷയങ്ങളുടെ അറിവുകൾ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ ആ അറിവുകളൊക്കെ ഉപയോഗപ്പെടുത്തും. പക്ഷെ അവിടെ നമ്മളൊന്നും അത് അങ്ങനെ അതിന്റെ വിഷയം, ഈ വിഷയത്തിന്റെ ലൂടെയാണ് നോക്കുന്നതെന്ന് പറയുന്നത്. നമ്മൾ പ്രശ്നമാണ് നമ്മളുടെ ഫോക്കസ്. പ്രശ്നത്തിൽ നിന്നുകൊണ്ട് പ്രശ്ന പരിഹാരത്തിന് ആവശ്യമായ വിവരങ്ങൾ ഏത് സോഴ്സിൽ നിന്നും നമ്മൾ പ്രയോജനപ്പെടുത്തും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ഒരു തീസിസിൽ നമ്മളുടെ ഏതൊക്കെ വിഷയം അനുസരിച്ച് കൊണ്ടുള്ള അധ്യായങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയില്ല ഇന്റർ ഡിസിപ്ലിനറിയിൽ. പക്ഷെ നമ്മളുടെ അധ്യായങ്ങൾക്കകത്ത് പല വിഷയങ്ങളിൽ നിന്നുള്ള ഡാറ്റകൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടാവും. അതൊക്കെ തന്നെ നമ്മൾ പ്രശ്ന പരിഹാരത്തിന് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് മൾട്ടി ഡിസിപ്ലിനാരിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി വ്യക്തമാകും. മൾട്ടി ഡിസിപ്ലിനാരിയിൽ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ഇന്റർ ഡിസിപ്ലിനാരിയിൽ ചെയ്തതുപോലെ തന്നെ വിവിധ വിഷയങ്ങളുടെ സഹായം നമ്മൾ തേടുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. പ്രശ്നത്തിന്റെ കണ്ണിലൂടെ വിഷയങ്ങളെ സമീപിക്കുന്നതിന് പകരം ഗവേഷകൻ എന്ത് ചെയ്യും? തന്റെ പൊസിഷനെ, തന്റെ സ്ഥാനത്തെ ആ സബ്ജക്റ്റിലേക്ക് മാറ്റി സ്ഥാപിക്കും. ആ വിഷയത്തിൽ നിന്നുകൊണ്ട് പ്രശ്നത്തെ ഇങ്ങോട്ട് നോക്കും. ഇന്റർ ഡിസിപ്ലിനാരിറ്റിയിൽ ഗവേഷകന്റെ സ്ഥാനം പ്രശ്നത്തിലാണ്. പ്രശ്നത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചുറ്റുമുള്ള വിഷയങ്ങളെ നോക്കിയിട്ട് അവിടെ നിന്നുള്ള തനിക്ക് സഹായകമായ വിവരങ്ങളൊക്കെ തന്നെ എടുത്തുകൊണ്ട് വിശകലനം ചെയ്തു. അതിന് പകരം മൾട്ടി ഡിസിപ്ലിനാരിറ്റിയിൽ അദ്ദേഹത്തിന് ചരിത്രത്തിന്റെ കണ്ണിലൂടെ ഒരു പ്രശ്നത്തെ നോക്കിക്കാണെങ്കിൽ അദ്ദേഹം ചരിത്രത്തിലെ തന്നെ പ്ലേസ് ചെയ്തുകൊണ്ട് ഹിസ്റ്ററി എന്താണ് പറയുന്നത് ഈ പ്രശ്നത്തെ കുറിച്ച് എന്നുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കും. ചരിത്രത്തിൽ നിന്നുകൊണ്ട് ചരിത്രത്തിന്റെ പേഴ്സ്പെക്റ്റീവിലൂടെ, ചരിത്രത്തിന്റെ മെത്തഡോളജിയിലൂടെ ഈ പ്രശ്നത്തെ നോക്കിക്കാണും. അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും അടുത്ത മനഃശാസ്ത്രത്തിന്റെ ഇതിലേക്ക് തന്റെ സ്ഥാനം മാറ്റും. എന്നിട്ട് മനഃശാസ്ത്രത്തിൽ സൈക്കോളജി എന്താണ് ഈ പ്രശ്നത്തെ കുറിച്ച് പറയുന്നതെന്ന് സൈക്കോളജിയുടെ ഇതിലേക്ക് വരും. പിന്നെ ഫോസിലുകളെ സംബന്ധിച്ചുള്ള പഠനത്തിലേക്ക് അടുത്ത അധ്യായത്തിൽ അദ്ദേഹം വീണ്ടും തന്റെ സ്ഥാനത്തെ അടുത്ത ഫോസിൽ പഠനത്തിലേക്ക് മാറ്റിയിട്ട് ഫോസിലുകളുടെ പഠനത്തിൽ എന്താണ് ഇതേക്കുറിച്ച് പറയുന്നത്, വീണ്ടും തന്റെ സ്ഥാനം അടുത്ത വിഷയത്തിലേക്ക് മാറ്റുന്നു, ഭ്രൂണശാസ്ത്രത്തിലേക്ക് മാറ്റുന്നു, അവിടെ നിന്നുകൊണ്ട് പ്രശ്നത്തെ നോക്കി കാണുന്നു, ഇതെന്താണ് പറയുന്നത്. ഇങ്ങനെ ഓരോ വിഷയത്തെയും ആ വിഷയത്തിന്റെ കണ്ണിലൂടെ ഗവേഷകൻ നോക്കി കണ്ടുകൊണ്ട് സമാന്തരമായിട്ട് അടുക്കി വെക്കുന്നു. വിഷയങ്ങളെ സമാന്തരമായിട്ട് അടുക്കി വെച്ചുകൊണ്ട് തന്റെ പ്രശ്നത്തെ നോക്കി കാണുന്നതാണ് മൾട്ടി ഡിസിപ്ലിനാരിറ്റി. അവിടെ വിഷയങ്ങൾ ഉത്കൃതിക്കുന്നില്ല, അവിടെ വേറിട്ട് കാണാം വിഷയങ്ങൾ. ഓരോ വിഷയവും ഓരോ ചാപ്റ്റർ ആയിട്ട് ഡെസർട്ടേഷനിലേക്ക് വന്നെടുക്കുന്നുണ്ട്. ചരിത്രം എന്ത് പറയുന്നു എന്നുള്ളൊരു അധ്യായമായിരിക്കും, ഭ്രൂണശാസ്ത്രം എന്ത് പറയുന്നു എന്നുള്ളത് മറ്റൊരു അധ്യായമായിരിക്കും, ഫോസിൽ പഠനം എന്ത് പറയുന്നു എന്നുള്ളത് മറ്റൊരു അധ്യായമായിരിക്കും, സംസ്കാര പഠനം എന്ത് പറയുന്നു എന്നുള്ളത് മറ്റൊരു അധ്യായമായിരിക്കും. ഇങ്ങനെ
തന്നെ മറ്റ് വിഷയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ വിഷയത്തിന്റെ കണ്ണിലൂടെ നോക്കിക്കാണാം. അതല്ലെങ്കിൽ ഒരു പ്രൊജക്ടിന്റെ ടാസ്കുകൾ വ്യത്യസ്ത വിഷയക്കാർക്ക് കൊടുത്തുകൊണ്ട് അവരിനെ കൂട്ടിയോജിപ്പിക്കുന്ന രീതി, ഇതൊക്കെ തന്നെ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ്. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഇന്റർ ഡിസിപ്ലിനാരിറ്റി എന്ന് പറയുന്നത് ഫ്രൂട്ട് ജ്യൂസ് ആണ്. മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ആണെങ്കിൽ മൾട്ടി ഡിസിപ്ലിനാരിറ്റി എന്ന് പറയുന്നത് ഫ്രൂട്ട് സലാഡാണ് എന്നുള്ളതാണ്. ഫ്രൂട്ട് സലാഡിൽ എന്തൊക്കെ പഴങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ വേർതിരിഞ്ഞ് കാണാം. എന്നാൽ ഒരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസിൽ നിന്ന് നമുക്ക് ഒരു പഴത്തെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. അത് അത്രമാത്രം ഉത്കൃതിക്കപ്പെട്ടിരിക്കുന്നു അതിന്റെ സത്തയിൽ. അതുപോലെ പ്രശ്ന പരിഹരണത്തിന് വിവിധ വിഷയങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് അത് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആകുന്നത്. എന്നാൽ വിവിധ വിഷയങ്ങളെ സമാന്തരമായി അടുക്കി വെക്കുകയും അതിലേക്ക് ഗവേഷകൻ തന്റെ സ്ഥാനത്തെ മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ അത് ബഹുവൈജ്ഞാനിക സമീപനത്തിൽ ഊന്നിയിട്ടുള്ള ഗവേഷണമായിട്ട് മാറുന്നു എന്ന് പറഞ്ഞു നിർത്തിക്കൊണ്ട് ഞാൻ അതിന്റെ അടുത്ത ഒരു ഗവേഷണ രീതിയിലേക്ക് നമുക്ക് പോകാം. പ്രധാനപ്പെട്ട ചിലത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഉള്ള ഒന്നെന്ന് പറയുന്നത് ദൃഷ്ടാന്ത പഠനമാണ്. ദൃഷ്ടാന്ത പഠനം എന്നുള്ളതിന് നമ്മൾ കേസ് സ്റ്റഡി എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ഒരു കേസ് എന്നുള്ളതാണ്. എന്തിനെയാണ് നമ്മൾ ഒരു കേസ് എന്ന് പറയുന്നത്? അപ്പൊ അങ്ങനെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരു കേസ് എന്നത് ഒരു വ്യക്തിയാവാം, ഒരു സ്ഥാപനമാവാം, അതല്ലെങ്കിൽ ഒരു പ്രതിഭാസവും ആകാം, ഒരു കൂട്ടം വ്യക്തികളാകാം, ഒരു ഗോത്രമാകാം, ഒരു ഗ്രൂപ്പ് ആകാം, എന്തും ഒരു കേസ് ആകാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മളൊന്ന് ഇത് കേസ് സ്റ്റഡി നടത്തേണ്ടതാണോ അല്ലേ എന്നുള്ളത് നമ്മൾ എങ്ങനെ തീർച്ചപ്പെടുത്തും? ആ തീർച്ചപ്പെടുത്തുന്നതിന്റെ ഒരു ഇൻഡിക്കേറ്റർ, ഒരു സൂചകം, ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് അതിൽ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു അംശം അതിൻ്റെ അകത്തുണ്ടോ എന്നുള്ളത്. ഈ അബ്നോർമാലിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ അതിനെ നിങ്ങൾ നെഗറ്റീവായിട്ട് മാത്രം കരുതരുത്. അതായത് ശരാശരി സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായ എന്നുള്ളതാണ് ഞാൻ ഈ അബ്നോർമൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമുക്ക് പഠനം നടത്താവുന്ന കേസുകളാണ്. നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടി, 5 വയസ്സുകാരനായ ഒരു കുട്ടി ഒരുപാട് പ്രശ്നങ്ങൾ, വലിയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒരു കേസാണ്. അതേസമയം അതേ ക്ലാസ്സിൽ തന്നെ ഉള്ള 5 വയസ്സുകാരനായ ഒരു കുട്ടി ഒരു 15 വയസ്സുകാരൻ ചെയ്യുന്ന വിജ്ഞാനങ്ങൾ ആർജിക്കുകയും അത്ര നന്നായിട്ട് ഒരു 10 വയസ്സ് 12 വയസ്സുകാരന്റെ ബുദ്ധിപരമായ രീതിയിൽ പെർഫോം ചെയ്യുകയും വളരെ മുന്നോട്ടുള്ള പെർഫോമുകൾ കാഴ്ചവെക്കുകയാണെങ്കിൽ ആ കുട്ടിയും ഒരു കേസ് തന്നെയാണ്. അപ്പൊ കേസ് എന്നുള്ളത് നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം. അസാധാരണമായ വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ, പെരുമാറ്റങ്ങൾ പ്രകടമാകുന്ന ഒരു വ്യക്തിയോ ഒരു ഗോത്രമോ ഒരു ഗ്രൂപ്പോ ഒരു സ്ഥാപനമോ ആവാം. ഒരു സർവകലാശാല ഇന്ത്യയിലെ സർവകലാശാലകൾക്കുള്ള റേറ്റിംഗിൽ ഇന്ത്യയിലെ ഒരേ ഒരു സർവകലാശാലയ്ക്ക് AA കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ അതും നമുക്ക് ഒരു കേസ് സ്റ്റഡിക്ക് പറ്റിയിട്ടുള്ള ഒരു വിഷയം. എന്തുകൊണ്ട് ആ സർവകലാശാലയ്ക്ക് അത്തരമൊരു അച്ചീവ്മെന്റ് ഉണ്ടായി. വേറൊരു സർവകലാശാലയ്ക്ക് ഒന്നും തന്നെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ രാഷ്ട്രീയമായ ഇടപെടലുകൾ അമിതമായിട്ടുണ്ട്. പരീക്ഷകളുടെ ടൈം ടേബിളുകൾ പ്രഖ്യാപിക്കും, ഒരിക്കലും സമയത്ത് പരീക്ഷ നടത്തില്ല, ഒരിക്കലും സമയത്ത് റിസൾട്ട് വരില്ല. ഓരോ പരീക്ഷയിലും നിരവധി പ്രശ്നങ്ങൾ, ഓരോ മേഖലയിലും പ്രശ്നങ്ങൾ. അങ്ങനെ ഒരു സർവകലാശാല മൊത്തം പ്രശ്നങ്ങളായിട്ട് വളരെ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ സർവകലാശാലയും നമുക്ക് ഒരു കേസായിട്ട് എടുക്കാം. കേരളത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അവയെല്ലാം തന്നെ ഒരു നോർമൽ ആയിട്ടുള്ള വിദ്യാഭ്യാസ രീതി അവലംബിക്കുന്നു. എന്നാൽ വയനാട്ടിലുള്ള KJ ബേബി നടത്തിയിരുന്ന കനവ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, അവിടെ ഇത്തരം ഔദ്യോഗികമായിട്ടുള്ള യാതൊരു ഫോർമാലിറ്റീസും ഇല്ലാതെ ആദിവാസി കുട്ടികളെയും അല്ലാത്തവരെയും ചേർത്ത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ബദൽ വിദ്യാഭ്യാസം കൊടുക്കുന്നു. അപ്പൊ നമുക്ക് കനവിനെ കുറിച്ച് പഠിക്കാം. അതൊരു കേസ് സ്റ്റഡിയാണ്. വ്യത്യസ്ത പുലർത്തുന്ന ഒരു സർവകലാശാലയെ, മികവ് പുലർത്തുന്ന ഒരു സർവകലാശാലയെ, വളരെ ഒട്ടും മികവ് പുലർത്താത്ത ഒരു സർവകലാശാല, അസാധാരണ സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരു കൂട്ടം വ്യക്തികൾ അല്ലെങ്കിൽ ഒരു ഗോത്രം, ഇതൊക്കെ തന്നെ സ്പെഷ്യൽ കേസുകളാണ്. ആ കേസുകളെ കുറിച്ചുള്ള ആഴത്തിൽ നടത്തുന്ന പഠനമാണ് കേസ് സ്റ്റഡി. അതിനെ ദൃഷ്ടാന്ത പഠനം എന്നാണ് നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ, കേസ് സ്റ്റഡിയുടെ കണ്ടെത്തലുകളെ നമുക്കൊരിക്കലും
സാമാന്യവൽക്കരിക്കാൻ പറ്റില്ല. കനവിന്റെ സവിശേഷതകൾ കനവിന്റെ മാത്രമാണ്. അത് മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് നമുക്ക് അതിന്റെ ചില നിർദ്ദേശങ്ങൾ കൊടുക്കാമെന്നല്ലാതെ പഠിച്ചു നേടാൻ പറ്റില്ല. അപ്പൊ ജനറലൈസേഷൻ എന്ന് പറയുന്നത് പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ കേസ് സ്റ്റഡിയുടെ ഒരു പരിമിതി. അപ്പോൾ നമ്മളുടെ ചില പഠനങ്ങൾ ഇത് വ്യക്തിയെക്കുറിച്ചും ആവാം. സാധാരണ സ്വഭാവ സവിശേഷതകൾ പ്രകടിച്ചുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ നടത്തുന്ന പഠനങ്ങൾ ചരിത്രത്തിലും സാഹിത്യത്തിലും സാമൂഹ്യ ശാസ്ത്രത്തിലും എഡ്യൂക്കേഷനിലും സൈക്കോളജിയിലും ഒക്കെ കേസുകളുണ്ട്. അപ്പോൾ ഇത്തരം ചില ക്രിമിനൽ ചില എന്താണ് പൈതൃകമായിട്ട് തന്നെ ചില വ്യക്തികളുടെ പൈതൃകമായിട്ട് ചില ക്രിമിനൽ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പൈതൃകമായിട്ട് തന്നെ ഒരു കുടുംബ പാരമ്പര്യം അനുസരിച്ച് ആ കുടുംബ പരമ്പരയിൽപ്പെട്ട വ്യക്തികൾ വളരെ ഉന്നത ജീവിത വിജയങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യകാരണങ്ങളെയൊക്കെ നമുക്ക് അന്വേഷിച്ച് കേസ് സ്റ്റഡികൾ നടത്താം. പക്ഷെ കേസ് സ്റ്റഡികളുടെ ഫൈൻഡിങ്സിന് ഒരിക്കലും ജനറലൈസേഷൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ലിമിറ്റേഷൻ. അത് ഞാൻ ആ കേസ് സ്റ്റഡി അവിടെ ഞാൻ പറഞ്ഞു നിർത്തുന്നു. അതിനുശേഷം ഇനി നമുക്ക് മറ്റൊരു ഇതിലേക്ക് പെടാം. ക്രിയാഗവേഷണം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇത് റിലേറ്റഡ് ആണ്. ആക്ഷൻ റിസർച്ച് എന്ന് പറയും. അപ്പോൾ ഈ ആക്ഷൻ റിസർച്ച് എന്താണ് അതിന്റെ ഒരു വ്യത്യാസം? ആക്ഷൻ റിസർച്ചിന്റെ എന്ന് പറയുന്നത് സാധാരണ ഇതിൽ അതിന്റെ സ്റ്റേക്ക് ആരാണോ അതിന്റെ ഒരു പ്രശ്നം അനുഭവപ്പെടുന്നു, ഒരു ഫീൽഡിൽ ഒരു പ്രശ്നം അനുഭവപ്പെടുന്നു, ആ പ്രശ്നം അടിയന്തരമായിട്ട് പരിഹരിക്കപ്പെടേണ്ടത്. അതിന് ദീർഘകാലമായിട്ട് അതിനു വേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് റിസൾട്ട് വേണം. ആ റിസൾട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫീൽഡിൽ അപ്ലൈ ചെയ്യുകയും വേണം. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഒന്നുകിൽ ആ പ്രശ്നം അനുഭവിക്കുന്നവരോ അതല്ലെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി മറ്റു അക്കാഡമിഷ്യൻസിനോ മറ്റാളുകൾക്കോ ആ ഫീൽഡിൽ ഇടപെട്ട് നടത്തുന്ന പഠനമാണ് ആക്ഷൻ റിസർച്ച് അഥവാ ക്രിയാഗവേഷണം. ഇത് അധ്യാപക പരിശീലനങ്ങളുടെ ഭാഗമായിട്ട് TTC BEd കോഴ്സുകളിലൊക്കെ ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ് ഇത്തരം ആക്ഷൻ റിസർച്ചുകൾ ചെറിയ രൂപത്തിൽ ചെയ്യാറുണ്ട്. ക്ലാസ് മുറികളിൽ ഇപ്പോൾ നമുക്ക് ചില പഠനവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വരുന്നു. ഇപ്പോൾ ഒരു 3ാം ക്ലാസ് ക്ലാസ് മുറികളിൽ കുട്ടികൾക്ക് എത്ര തന്നെയാണെങ്കിലും ശിഷ്ടം വരുന്ന ഹരണം ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ 40 പേരുള്ള ക്ലാസ്സിൽ 2 കുട്ടികൾക്കും 1-2 കുട്ടികൾക്ക് മാത്രമാണ് ശിഷ്ടം വരുന്ന ഹരണ പ്രക്രിയ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ടീച്ചറെ വളരെ വിഷമിപ്പിക്കുന്നുണ്ട്. വളരെ ഫെൽറ്റ് ആയിട്ടുള്ള പ്രോബ്ലം ടീച്ചർക്ക് അത് ഫീൽ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ടീച്ചറെ സംബന്ധിച്ചോളം ഇത് പരിഹരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നടത്താൻ പറ്റുമെന്ന് ടീച്ചർ ആലോചിക്കുന്നു. അങ്ങനെ വിദ്യാഭ്യാസ വിദഗ്ധരുമായിട്ടും ടീച്ചറുമായിട്ടും ആലോചിച്ച് അതിന് ചില പ്രോസസ്സുകൾ, ചില പ്രത്യേകമായിട്ടുള്ള കുട്ടികൾക്ക് ചില അടിസ്ഥാന ധാരണകളിൽ വന്ന കുറവുകൾ, മുൻധാരണകളിൽ വന്ന പ്രശ്നങ്ങൾ, ചില ശീലങ്ങളിൽ വന്ന പിഴവുകളൊക്കെ കാരണങ്ങൾ കണ്ടെത്തുന്നു. അത് പരിഹരിക്കാനുള്ള റെമഡിയൽ മെഷേഴ്സ് എടുക്കുന്നു. അങ്ങനെ അത് അപ്ലൈ ചെയ്യുന്നു. ഒരു നിശ്ചിത ഘട്ടത്തിന് ശേഷം വീണ്ടും പരീക്ഷ നടത്തി അതിന്റെ റിസൾട്ട് പരിശോധിക്കും. അപ്പൊ ഇവിടെ ഒരു പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും ഉണ്ട്. ആദ്യത്തെ പരീക്ഷ നടത്തി കുട്ടികളെ എവിടെയൊക്കെ നിൽക്കുന്നു എന്ന് കൃത്യമായിട്ട് കാരണങ്ങൾ. അപ്പൊ കൃത്യമായിട്ട് കാരണം ഡയഗ്നോസ് ചെയ്യലും കൂടി ഇതിനകത്ത് വേണം. അപ്പൊ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഭരണപ്രക്രിയയുടെ എല്ലാ തലങ്ങളിലുമുള്ള 1 അക്ക സംഖ്യ, 2 അക്ക സംഖ്യ, 3 അക്ക സംഖ്യ, അതിൽ ശിഷ്ടം വരുന്നത്, ശിഷ്ടം ഇങ്ങനെ പടിപടിയായിട്ട് അതിന്റെ ഒരു പാറ്റേൺ ഉണ്ടാക്കി അതിലുള്ള ധാരാളം പ്രശ്നങ്ങൾ വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തുകൊണ്ട് ഇഷ്ടം പോലെ സാധാരണ പരീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷയായിരിക്കും. സമയം കൊടുത്തുകൊണ്ട് അവർ ഓരോ കുട്ടിയും ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്ന് കൃത്യമായിട്ട് എവിടെയാണ് അവർക്ക് പ്രയാസമുള്ളതെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുകയും അത് പരിഹരിക്കപ്പെടാനുള്ള ഒരു റെമഡി ആസൂത്രണം ചെയ്യുകയും അങ്ങനെ അത് നടപ്പിൽ വരുത്തുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരം ഫീൽഡിൽ അത് അനുഭവിക്കുന്നവർ വരോ അതല്ലെങ്കിൽ അവർക്ക് അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള മറ്റ് ഏജൻസികളുടെ സഹായമോ സ്വീകരിച്ചുകൊണ്ട് അവര് ആ പ്രശ്നം പരിഹരിക്കുന്ന രൂപത്തിലുള്ള ഗവേഷണങ്ങളാണ് ക്രിയാഗവേഷണം. ഇനി മറ്റൊരു ഗവേഷണ രീതി എന്ന് പറയുന്നത് അപ്ലൈഡ് ആണ്. അപ്ലൈഡ് റിസർച്ച് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമുക്ക് വളരെ അധികമാണ്. അതായത് നമ്മൾ ഒരു നിത്യജീവിതത്തിൽ നമ്മളുടെ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളെ പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഗവേഷണം. അതിൽ നമ്മൾ ഒരു കാര്യത്തെ നമ്മളുടെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ചെയ്യും. നമ്മളുടെ ചില കണ്ടെത്തലുകളെ പെട്ടെന്ന് തന്നെ ഫീൽഡിൽ അപ്ലൈ ചെയ്യും. അപ്പൊ അതിന്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടും. ഒരുപാട് കാലം നമുക്ക് കാത്തിരിക്കാൻ പറ്റും. അപ്പോൾ ഗവേഷണ ഫലങ്ങളെ അപ്പൊ തന്നെ നമ്മൾ ഫീൽഡിലേക്ക് കൊണ്ടുവരും. അങ്ങനെയുള്ള ഇതാണ്. ഇപ്പൊ നമുക്ക് കോവിഡ് വന്ന സമയത്ത് ധാരാളം ആളുകൾ മരിക്കുന്നു. അപ്പൊ നമുക്കൊരു മരുന്ന് കിട്ടിയേ തീരുള്ളൂ, ഒരു വാക്സിൻ ഉണ്ടായേ തീരുള്ളൂ.
അപ്പോൾ വാക്സിന് വേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങൾ നടക്കുന്നു, പെട്ടെന്ന് തന്നെ ഒരു വാക്സിൻ കണ്ടെത്തുന്നു, അത് പെട്ടെന്ന് തന്നെ ഫീൽഡിൽ കൊണ്ടുവരും. ഇത് അപ്ലൈഡ് റിസർച്ച് ആണ്. ഈ അപ്ലൈഡ് റിസർച്ചിന്റെ മറ്റൊരു വലിയ തലമാണ് കൺസ്യൂമർ മേഖലയിൽ, ഉപഭോക്തൃ മേഖലയിലെ കൺസ്യൂമർ ഗുഡ്സ്. നമ്മളുടെ പഴയ കമ്പ്യൂട്ടറുകളിൽ നിന്ന് ഇന്നത്തെ സ്മാർട്ട് കമ്പ്യൂട്ടറുകളിലേക്ക് വന്ന മാറ്റങ്ങൾ ആലോചിക്കാം. ഇതൊക്കെ തന്നെ ആ ഫീൽഡിൽ നടക്കുന്ന ഗവേഷണം. അവരൊന്നും ഈ പ്രൊഡക്റ്റ് മത്സരങ്ങളുടെ ഫലമായിട്ട് പ്രൊഡക്റ്റിന്റെ ഓരോ പ്രൊഡക്റ്റിന്റെയും കാര്യക്ഷമത, എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലം കാത്തു നിൽക്കില്ല. അവർക്ക് പെട്ടെന്ന് റിസൾട്ട് വേണം, പെട്ടെന്ന് ഫീൽഡിൽ കൊണ്ടുവരണം, ലാഭം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് വളരെ കൂടുതൽ ഗവേഷണം നടക്കുന്ന ഒരു മേഖലയാണ് അപ്ലൈഡ് റിസർച്ചിന്റെ ഈ കൺസ്യൂമർ ഗുഡ്സിന്റെ കാര്യം. നമ്മുടെ പഴയ മിക്സികൾ, പഴയ റെഫ്രിജറേറ്ററുകൾ, പഴയ വാഷിംഗ് മെഷീനുകൾ, നമ്മുടെ ഫോണുകൾ, എത്രമാത്രം ഫീച്ചറുകളാണ് ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ ആ മേഖലയിൽ നടക്കുന്ന ഗവേഷണങ്ങളുടെ ഫലമായിട്ടാണ് വരുന്നത്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നതാണ്. അതുപോലെ പ്യൂർ റിസർച്ചിന്റെ ശുദ്ധ ഗവേഷണം, അതിനെ തന്നെ ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയും. അവിടെ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ അവിടെ ലാഭേച്ഛയൊന്നുമില്ല, അപ്ലൈ ചെയ്യണമെന്നില്ല, ജിജ്ഞാസയാണ് അവിടെ ഗവേഷണത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ജിജ്ഞാസ ആണ് പ്രേരിപ്പിക്കുന്നത്. നമുക്ക് അറിവ്, നോളജ് ഫോർ നോളജ് സേക്കാണ്, അറിവിന് വേണ്ടി മാത്രമാണ് അത്തരം ഗവേഷണങ്ങൾ നടത്തുന്നത്. നമുക്ക് ഇപ്പൊ ചൊവ്വയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാനുള്ള ആകാംക്ഷ, ചന്ദ്രനിലും മനുഷ്യന് പോകാൻ പറ്റുമോ എന്നുള്ള ജിജ്ഞാസ, ഈ ജിജ്ഞാസകളൊക്കെ തന്നെ നമ്മളെ ധാരാളം ഗവേഷണങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അത്തരം ഗവേഷണങ്ങളാണ് പ്യൂർ റിസർച്ച് എന്നും ഫണ്ടമെന്റൽ റിസർച്ച് എന്നും ഒക്കെ പറയുന്ന ഗവേഷണം. പിന്നെ ധാരാളം ഗവേഷണങ്ങളിൽ ഫീൽഡിൽ വരുന്ന ഗവേഷണങ്ങളുണ്ട്. അതിനെ മണ്ഡലവൃത്തി എന്ന് പറയുന്നത്, അല്ലെ, ഫീൽഡ് റിസർച്ച്. ഫീൽഡിൽ പോയിട്ട് ഇപ്പൊ നമുക്ക് ഫോക്ലോർ ഗവേഷണങ്ങളിലൊക്കെ തന്നെ, ഭാഷാശാസ്ത്ര ഗവേഷണങ്ങളിലൊക്കെ തന്നെ ചില അത് നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ നമ്മൾ അവരിൽ പങ്കാളിയായിട്ട് പാർട്ടിസിപ്പേറ്ററി ഒബ്സർവേഷൻ നടത്തിക്കൊണ്ട് നമ്മൾക്ക് ഗവേഷണങ്ങൾ, റിസൾട്ടുകൾ കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അങ്ങനെ ചില ഗവേഷണങ്ങൾ വളരെ ഫീൽഡുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. അപ്പോൾ ഫീൽഡ് റിസർച്ച് എന്ന് പറയുന്ന റിസർച്ചുകളുടെ പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ചരിത്രാത്മക ഗവേഷണം. എങ്ങനെയാണ് വർത്തമാന കാലത്തെ രൂപപ്പെടുത്തിയ ഭൂതകാല കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം. ഈ അന്വേഷണം വളരെ സമകാലിക പ്രസക്തമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗവേഷകൻ വളരെ നിഷ്പക്ഷമായിട്ട് ചരിത്ര വസ്തുതകൾ കണ്ടത്. കാരണം ചരിത്രം വളച്ചൊടുക്കപ്പെടുകയും ചരിത്രങ്ങളെ തെറ്റായി അതിനകത്ത് ഐഡിയോളജി, പ്രത്യയശാസ്ത്ര താല്പര്യങ്ങൾ വളരെയധികം പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ചരിത്രം എന്നതുകൊണ്ട് ചരിത്ര ഗവേഷണം എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളതും വളരെ റെലവന്റ് ആയിട്ടുള്ള ഒന്നുമാണ്. അപ്പൊ ഈ ചരിത്ര ഗവേഷണത്തിൽ നമുക്ക് ഉള്ള അത് ഒരു ജിക്സോ പസിൽ പൂരിപ്പിക്കുന്നത് പോലെയാണ് ചരിത്ര ഗവേഷണം. കാരണം എന്താണ്, നമുക്ക് അതിനകത്ത് കണ്ണികൾ ഉണ്ടാവില്ല. നമുക്ക് ഒരു കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെ, വസ്തുതകളെ വ്യാഖ്യാനിക്കേണ്ടി വരുമ്പോൾ, ശേഖരിക്കേണ്ടി വരുമ്പോൾ എന്താണ് നടന്നത് എന്നുള്ളതിന് ആ സംഭവത്തെ നമുക്ക് അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് പുരാരേഖകളുടെ വെളിച്ചത്തിൽ അവയെ സംബന്ധിച്ചുള്ള നമ്മളുടെ നിഗമനങ്ങൾ രൂപപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അവിടെ ധാരാളം ഗ്യാപ്പുകൾ ഉണ്ടാവും. ഈ ഗ്യാപ്പുകൾ എങ്ങനെ ഫില്ല് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതൊരു ജിക്സോ പസിൽ പോലെയാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ഗവേഷണ വിഭാഗങ്ങൾ. ഇങ്ങനെ ധാരാളം വിഭാഗങ്ങൾ ഇനിയും ഉണ്ട്. കേസ് സ്റ്റഡിയിൽ സാറ് പറഞ്ഞു ഐഡന്റിക്കൽ ഗ്രൂപ്പ് ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ അത്രയും ഐഡന്റിക്കൽ ആവാൻ ചാൻസ് ഉണ്ടോ? റെസ്പോൺസ് ചിലപ്പോൾ വ്യത്യസ്തത ഉണ്ടാവൂലേ? അപ്പം അങ്ങനെ വ്യത്യസ്തത ഉണ്ടാകുമ്പോൾ റിസൾട്ട് അത്രയും ആക്യുറേറ്റ് ആയിരിക്കുമോ? അങ്ങനെ ആക്യുറേറ്റ് ആക്കണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇല്ല, കേസ് സ്റ്റഡിയുടെ കാര്യത്തിൽ നമ്മൾക്ക് ഐഡന്റിക്കൽ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഐഡന്റിക്കൽ ആയിരിക്കണം എന്ന് പറഞ്ഞ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ. എക്സ്പെരിമെന്റൽ റിസർച്ചിൽ നമ്മൾ ഐഡന്റിക്കൽ ആക്കുന്നത് കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും, രണ്ട് ഗ്രൂപ്പ് ഉണ്ടാവും. രണ്ട് ഗ്രൂപ്പ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ ഐഡന്റിക്കൽ ആക്കുന്നതിന്റെ പ്രശ്നം വരുന്നത്. കാരണം ബാക്കി എല്ലാ നിലകളിലും തുല്യമാക്കി കൊണ്ടുപോകുന്ന രണ്ട് ഗ്രൂപ്പിനെ കിട്ടിയാൽ മാത്രമേ നമ്മൾ ഒരു തരത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിന്റെ ഫലമാണ് ആ റിസൾട്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ തിയറി ഒന്ന് ആലോചിച്ചാൽ കിട്ടും, അല്ലെ? വളരെ ഐഡന്റിക്കൽ ആയ രണ്ട് സാഹചര്യത്തിൽ നിന്ന് ഒരു എലമെന്റ് ആഡ് ചെയ്യുകയോ ഒരു എലമെന്റ് റിമൂവ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ആ എലമെന്റ് ആഡ് ചെയ്തതോ റിമൂവ് ചെയ്തതാണ്. അപ്പൊ അതിനെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെന്റൽ ഗ്രൂപ്പുമായിട്ടുള്ള ഗവേഷണങ്ങളിലാണ് ഐഡന്റിക്കൽ ആയിട്ട് വരുന്നത്. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ സാമ്പിൾ ഇല്ലാതെ നമ്മൾ ഒരു അസാധാരണമായ ഒരു സ്വഭാവ സവിശേഷത പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ കുറിച്ചാണ് ചിലപ്പോൾ പഠിക്കുക. അതല്ലെങ്കിൽ ഒരു ഗോത്രം, ആ ഗോത്രത്തെ കുറിച്ചാണ് പഠിക്കുക. അവിടെ ഒരു ഐഡന്റിക്കലിന്റെ പ്രശ്നം വരുന്നില്ല. അതല്ലെങ്കിൽ ഒരു സ്ഥാപനം. ഇതൊക്കെയാണ് ഞാൻ ഉദാഹരണങ്ങളായിട്ട് പറഞ്ഞത്. യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞു, ചില കുടുംബ പരമ്പരകളുടെ കാര്യങ്ങൾ പറഞ്ഞു, ചില വ്യക്തികൾ. കമ്പാരിറ്റീവ് റിസർച്ച് കമ്പാരിറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ കമ്പാരിറ്റീവ് സ്റ്റഡിയുടെ ഒരു റെലവൻസ് ഈ കൾച്ചറൽ സ്റ്റഡീസിന് പ്രാധാന്യം കിട്ടിയ സമയത്ത് അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പഴയ നമ്മുടെ ആ ഒരു താരതമ്യ ശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു വിഷയം തന്നെ വളരെ ഇതായിരുന്നു. ഇപ്പൊ നമ്മൾ അതിനെ കൾച്ചറലിയാണ് പഠിക്കുന്നത്. നമുക്ക് കമ്പയർ ചെയ്യാം. നമ്മൾക്ക് ഇവിടുത്തെ ബംഗാളി സാഹിത്യത്തെയും മലയാള സാഹിത്യകാരന്മാരുടെയും
നോവലിസ്റ്റുകളെ നമുക്ക് താരതമ്യം ചെയ്യാം. ഇവിടുത്തെ സ്പോർട്സ് കൾച്ചറും മറ്റ് വിദേശ രാജ്യങ്ങളിലെ സ്പോർട്സ് കൾച്ചറുകളും തമ്മിൽ താരതമ്യം ചെയ്യാം. അപ്പോ അങ്ങനെ രണ്ട് സാഹചര്യങ്ങളിലെ രണ്ട് രാജ്യങ്ങളിലെ, രണ്ട് ഭാഷകളിലെ, രണ്ട് സംസ്കാരങ്ങളിലെ ഇതെടുത്തിട്ട് താരതമ്യം ചെയ്ത് നടത്തുന്ന പഠനങ്ങളാണ് അത് ഡിസ്ക്രിപ്റ്റീവിലും ക്വാളിറ്റേറ്റീവിലും ആയിട്ടുള്ള അതിന്റെ പരിധിയിലാണ് അത് കൂടുതലും വരുന്നത്. തിയററ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്ന റിസർച്ച് ഉണ്ട്, അതിന്റെ സിദ്ധാന്ത രൂപവൽക്കരണം. അപ്പൊ ഐൻസ്റ്റീൻ അതിന്റെ ആപേക്ഷിക സിദ്ധാന്തം കണ്ടുപിടിച്ച പോലെ ചില തിയറി രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ സാഹിത്യത്തിൽ പഠിക്കുന്ന പല സിദ്ധാന്തങ്ങളും ഇങ്ങനെ രൂപപ്പെട്ടാണ് നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ. ഇപ്പൊ നമുക്ക് എന്താണ് ഉത്തരാധുനികത എന്നും ആധുനികത എന്നും ഒക്കെ നമ്മൾ വിളിച്ച് അതിനെ സിദ്ധാന്തവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചില സാഹചര്യങ്ങൾ, ചില പ്രവണതകൾ നമ്മൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അത് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയും. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത, അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് വളരെ ആഴത്തിലുള്ള ധാരണ കിട്ടണം. അങ്ങനെ നമ്മൾ അത് പഠിക്കുകയും ചില സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അത്തരം ഗവേഷണങ്ങളുണ്ട്. സാർ ഒരു സംശയം കൂടി. റിസർച്ച് ഡിസ്ക്രിപ്റ്റീവും അനലിറ്റിക്കും രണ്ടും ഈ രണ്ട് ക്യാരക്ടേഴ്സും ഒരു റിസർച്ചിൽ വരുമോ? ഡിസ്ക്രിപ്റ്റീവും അതൊക്കെ വരാം. അത് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് നല്ലൊരു ചോദ്യമാണ്. നമുക്ക് ഇപ്പോ രണ്ട് കാര്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വരുന്ന റിസർച്ചിലും നമ്മൾ ചിലപ്പോൾ സംഖ്യാപരമായിട്ടുള്ള അളവുകളെ നമ്മൾ ഉപയോഗിച്ചു വരും. ക്വാളിറ്റേറ്റീവ് ഉള്ള റിസർച്ചിലും നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റകളെ ചിലപ്പോൾ ഉപയോഗിച്ചു വരും. പക്ഷെ നമ്മുടെ ഒരു വിഷയത്തിന്റെ സ്വഭാവം ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വിശകലനമാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ ക്വാളിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ അതിനെ വിവരിക്കും. പക്ഷെ നമ്മുടെ കൺക്ലൂഷൻ, നമ്മുടെ കണ്ടെത്തൽ, നമ്മൾ ആ സംഖ്യാപരമായിട്ടുള്ള ഒരു തത്വത്തെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ വിഷയം MA-യുടെ സിലബസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പഠനമായിരുന്നു. അപ്പൊ അതിൽ എന്റെ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആണല്ലോ നമ്മുടെ ഫാക്കൽറ്റി, ഭാഷാ സാഹിത്യ പഠനമാണ്. പക്ഷെ എന്റെ തീസിസിൽ ഞാൻ ഗ്രാഫ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്തിനു ഉപയോഗിച്ചു എന്ന് വെച്ചാൽ ഈ സിലബസിന്റെ അകത്തെ ലിംഗ പ്രാതിനിധ്യത്തെ നന്നായിട്ട് വ്യക്തമാക്കാൻ സഹായിക ഗ്രാഫാണ്. അവിടെ ജെൻഡർ, ആൺപെൺ വ്യത്യാസത്തില് ചില വിഷയങ്ങളിൽ, ഇപ്പൊ വ്യാകരണം പോലെയുള്ള വിഷയങ്ങളിൽ, ഭാഷാശാസ്ത്രം പോലെയുള്ള വിഷയങ്ങളിൽ, കേരള സംസ്കാരം പോലെയുള്ള വിഷയങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന പാഠഭാഗങ്ങളിലും റെഫറൻസ് പുസ്തകങ്ങളിലും സ്ത്രീ പ്രാതിനിധ്യം തീരെയില്ല. ആ മേഖലയിൽ അവരുടെ കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്. അപ്പൊ ഇത് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ തീസിനകത്ത് ഗ്രാഫ് ഉണ്ട്. പക്ഷെ ആ ഗ്രാഫിനെ നമ്മൾ എന്ത് ചെയ്യാ, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ഉപയോഗിക്കുന്നത് പോലെ അതിലെ സ്കോർ പറഞ്ഞ് നിർത്തുകയല്ല ചെയ്യുക. ആ സാഹചര്യം വ്യക്തമാക്കിയിട്ട് ആ ഡാറ്റ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ നമ്മളുടെ വിഷയത്തിന്റെ സ്വഭാവത്തിലേക്ക് ഈ ഡാറ്റകളെ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നിടത്തും ക്വാണ്ടിറ്റേറ്റീവ് ആവാം, ക്വാളിറ്റേറ്റീവ് ആവാം. അതങ്ങോട്ട് പോയി. പിന്നെ ഇതിനെ മിക്സഡ് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഡാറ്റയെ ക്വാളിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് പറയാം, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഡാറ്റയെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് വിശദീകരിക്കാം. ഇപ്പോൾ നമ്മളെ ഭാഷയിൽ ഉദാഹരണമായിട്ട് പറയാം, ഇപ്പൊ ദിലീപ് കുമാർ സാറിന്റെ മണിപ്രവാള സാഹിത്യത്തെ കുറിച്ചുള്ള ഒരു പഠനം. ആ മണിപ്രവാള സാഹിത്യത്തിൽ മണിപ്രവാള കൃതികളെ കുറിച്ച് പൊതുവെ ഉണ്ടാകുന്ന ഒരു ആരോപണം മഹിളാളി ആസ്പദം, അല്ലെ, സ്ത്രീകളെ കുറിച്ച്, ഗണികളെ കുറിച്ച് വർണ്ണിക്കുന്നു. അപ്പൊ അദ്ദേഹം വൈശ്യാന്തരം എന്നുള്ള ഒരു കൃതിയെ അല്ലെങ്കിൽ മറ്റു മണിപ്രവാളങ്ങൾ വെച്ചുകൊണ്ട് അതില് വരികളിൽ എത്ര പെർസെന്റേജ് അല്ലെങ്കിൽ എത്രമാത്രം സ്ത്രീ വർണ്ണനകൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഈ ആരോപണത്തെ അളവുപരമായിട്ട് പരിശോധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വരും, ധാരാളം ഡാറ്റകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ പല പഠനങ്ങളിലും നമുക്ക് ഇത്തരം ടേബിളുകൾ കാണാം. ഇപ്പോൾ നമ്മൾ ഷാജി ജേക്കബ് നോവലുകളെ കുറിച്ചുള്ള ജനപ്രിയ സാഹിത്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഈ അച്ചടിയിലും നമ്മൾ നോവലുകളുടെ പ്രിന്റിങ്ങുമായി ബന്ധപ്പെട്ട ഡാറ്റകളൊക്കെ നമ്മൾ ഉപയോഗിക്കും. DC ബുക്സ് എത്ര പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഇയർ വൈസുള്ള ഡാറ്റകളൊക്കെ തന്നെ സ്ഥിതിവിവര കണക്കുകൾ നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കും. പക്ഷെ നമ്മൾ അതിനൊരു പെർസെന്റേജിൽ നിർത്തില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യും, ക്വാളിറ്റേറ്റീവ് ആയിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ മിക്സഡ് രീതിയുണ്ട്, ഇടകലർന്നു വരും. ഇതും നേരത്തെ വാട്ടറൈറ്റ് കമ്പാർട്ട്മെന്റുകളല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ രീതികളെ ഇടകലർത്തിക്കൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സാർ, ഒരു സംശയമുണ്ട്. ഈ ചരങ്ങള് അഞ്ച് തരം എന്ന് പറഞ്ഞല്ലോ, ഇൻഡിപെൻഡന്റ്, ഡിപ്പെൻഡന്റ്, മോഡറേറ്റർ, കൺട്രോളർ, ഇന്റർവെനിങ്. അതിൽ ഇൻഡിപെൻഡന്റും ഡിപ്പെൻഡന്റും വളരെ ക്ലിയർ ആയി. എനിക്ക് എന്തുകൊണ്ട് മോഡറേറ്ററും കൺട്രോളറും ഇന്റർവെനിങ് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല, വന്നില്ല അല്ലെ? മോഡറേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഡിപ്പെൻഡന്റ്, നമ്മുടെ പഠന വിഷയത്തിൽ നമ്മൾ ടോപ്പിക്കിൽ വരുന്ന ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വ്യായാമവും രക്തസമ്മർദ്ദവുമാണ് നമുക്ക് വേണ്ടതുള്ളൂ. നമ്മൾ ആ രണ്ട് ചരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്.
പക്ഷെ ഈ 2 ചരങ്ങൾ പഠിക്കുമ്പോഴും ഇപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്? വ്യായാമം ചെയ്യുന്ന ആളുകളിൽ അല്ലെങ്കിൽ അയാളുടെ ഹൃദയ ആരോഗ്യം വളരെ മെച്ചപ്പെട്ടതായിരിക്കും എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ ആ ഒരു റിസൾട്ടിനെ അതിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി നമ്മൾ ചില ആളുകളെ കണ്ടെത്തി, അവരെ എക്സസൈസ് ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി അവരെ നമ്മൾ നിരീക്ഷിച്ച് അവരിൽ ഉണ്ടാകുന്ന ഹൃദയാരോഗ്യത്തിന്റെ തോത് ഓരോ എക്സസൈസിന്റെ ഘട്ടത്തിൽ നമ്മൾ മാർക്ക് ചെയ്തുകൊണ്ട് അതിന്റെ കൺക്ലൂഷൻ രൂപപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ ഈ റിസൾട്ട് തെറ്റിപ്പോകാം. കാരണം ഇയാൾക്ക് ഉണ്ടാകുന്ന അയാളുടെ പ്രായം, അതല്ലെങ്കിൽ അയാളുടെ ചിലപ്പോൾ മറ്റു രോഗങ്ങൾ, ഇതൊക്കെ അല്ലെങ്കിൽ അയാളുടെ വീട്ടിലെ എന്താണ് സ്ട്രെസ് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ, അയാളുടെ വർക്ക് പ്ലേസിലെ സ്ട്രെസ് ഉള്ള സാഹചര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മളുടെ റിസൾട്ടിനെ ബാധിക്കാവുന്ന എന്നാൽ നമ്മൾ കണക്കിലെടുത്തിട്ടില്ലാത്ത ചരങ്ങളാണ്. അപ്പൊ ഈ ചരങ്ങളെ കൂടി നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ റിസൾട്ട് എഫക്റ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും നമ്മൾ വേരിയബിൾ അനുസരിച്ച് എക്സസൈസ് കൊണ്ട് ഉണ്ടായ പഠനഫലം തന്നെയാണ് ഇത് നമുക്ക് പറയണമെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊക്കെ നമ്മൾ നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. നമ്മൾ സാമ്പിൾ കണ്ടെത്തുമ്പോഴും അവരുടെ മുന്നോട്ടുള്ള പോക്കുകളിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതൊക്കെയാണ് ഈ എക്സ്ട്രാനിയസ് വേരിയബിൾ, ഇന്റർവീനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. മോഡറേറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി പോസിറ്റീവ് ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന് നമ്മൾ പഠനം നടത്തുന്നത് എന്താണ്? ഒരു ഇത് മാത്രമാണ്, ജോബ് പെർഫോമൻസും സാലറിയും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പഠനം നടത്തുന്നത്. അതിന്റെ 2 മാത്രമേ നമുക്ക് വേണ്ടതുള്ളൂ സത്യത്തിൽ. പക്ഷേ അവിടെ നമുക്ക് പോസിറ്റീവായിട്ട് ഇടപെടുന്ന ഒരു സാധനമാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അത് വേറെ വേരിയബിൾ. നമ്മുടെ ടോപ്പിക്കിൽ എന്ത് വേരിയബിൾ മാത്രമേ ഉള്ളൂ? സാലറിയും ജോബ് പെർഫോമൻസും തമ്മിലുള്ള ബന്ധം മാത്രമേ നമുക്ക് നോക്കേണ്ടത്. ഈ 2 ചരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ മാത്രമാണ് നമുക്ക് പഠിക്കേണ്ടത്. പക്ഷെ അവിടെ നമുക്ക് അനുകൂലമായിട്ട് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി വരുന്നു. അപ്പോൾ ഈ ഹൈ സാലറി വാങ്ങുന്ന ആൾക്ക് ആ ജോലി അയാൾ ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മളുടെ റിസൾട്ടിനെ വളരെ അനുകൂലമായിട്ട് ബാധിക്കാവുന്ന, ഇതിന്റെ 2ന്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ചരമാണ്. അതിനെയാണ് അത്തരം മധ്യവർത്തി ചരങ്ങളെയൊക്കെയാണ് നമ്മൾ മോഡറേറ്റ്, ത്വരിതപ്പെടുത്തുന്ന ചരങ്ങൾ എന്ന രൂപത്തിൽ പറയാം. അങ്ങനെ ധാരാളം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ടോപ്പിക്കിലുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഗവേഷകൻ പരിഗണിക്കുന്ന ചരങ്ങൾ. ഈ പരിഗണനകൾക്ക് അപ്പുറത്ത് നമ്മുടെ റിസൾട്ടിനെ ബാധിക്കാവുന്ന, ഇടപെടാവുന്ന മറ്റു ചരങ്ങളും ഉണ്ടാകാം. അതൊക്കെയാണ് അത്തരം ചരങ്ങളിലേക്ക് വരുന്നത്. നേരത്തെ പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജ് മലയാള വിഭാഗം, IQAC റിസർച്ച് കമ്മിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന PQE കോഴ്സ് വർക്ക് ക്ലാസിന്റെ 2ാം ദിവസമായി ഇന്ന് നമുക്ക് ക്ലാസ് എടുത്ത് തന്നത് KKTM ഗവൺമെന്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും അതുപോലെ ഈ ഒരു വെബിനാറിന്റെ കോർഡിനേറ്ററും ആയ മുഹമ്മദ് ബഷീർ സാറാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് വളരെ ലളിതമായി കുറച്ച് സമയം കൊണ്ട് വിശാലമായ ഒരു ടോപ്പിക് കവർ ചെയ്ത് തന്നു. ചരങ്ങളിൽ തുടങ്ങി അതുപോലെ റിസർച്ച് മെത്തഡോളജിയിലെ രീതികൾ ഏതൊക്കെയാണെന്നും അത് കൃത്യമായിട്ട് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലളിതമായി പറഞ്ഞു തരാൻ സാധിച്ചതിന് അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മലയാള വിഭാഗം HOD ഉഷാകുമാരി ടീച്ചർ, KKTMത്തിന്റെ പ്രിൻസിപ്പൽ ബിന്ദു ടീച്ചർ, പിന്നെ IQAC കോർഡിനേറ്റർ, ഒപ്പം റിസർച്ച് കമ്മിറ്റി കോർഡിനേറ്റർ, പിന്നെ സാങ്കേതിക വശങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തി, അതോടൊപ്പം തന്നെ PhD ഗവേഷകരായിട്ടുള്ളവരും നല്ല മനസ്സിന്റെ ഉടമകളും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി.